സുവിശേഷ മഹായോഗം. പലരും വിചാരിക്കും ദൈവസഭയ്ക്ക് വല്ല നന്മയും കിട്ടിയത് കൊണ്ടായി സുവിശേഷ യോഗം. അതൊന്നുമല്ല. സുവിശേഷ മഹായോഗത്തിൻ്റെ 5 പ്രസക്തികൾ. 1, കുര്യാനൻ മുകളിലെ സകല കുഞ്ഞുങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, പ്രിയൻ്റെ വരവിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം എടുക്കപ്പെടണം. 3, ഈ പട്ടണത്തിൽ അനുഗ്രഹവും നന്മയും ഉണ്ടാകണം. 4, സകല കുടുംബങ്ങളിലും സമാധാനമുണ്ടാകണം. 5, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഈ ഹോളിൽ മാത്രമല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിൽ അനേകം പേർ മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം. അതിനുവേണ്ടി ദൈവം ദൈവകുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. എല്ലാവർക്കും വിശുദ്ധ തിരുവചനം എടുക്കാം. Everyone open your Bible in this evening. We are going to Matthew chapter 24 verse 2, 3 and 4. വിശുദ്ധ മത്തായി സുവിശേഷം 24, 2, 3, 4 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ വായിച്ചു സഹായിക്കും. വായിച്ചാട്ട് മക്കളെ. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? മത്തായി 24. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നിന്റെ വരവ്, ലോകാവസാനം, അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് നാഥനോട് ശിഷ്യന്മാർ അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഞങ്ങൾ ആരുമല്ല, ഇവിടുത്തെ കർത്തൃദാസനോട് ഒന്നുമല്ല. യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അടുത്തത്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിച്ചു കളയും. ഒരിക്കൽ കൂടി മത്തായി 24, 3, 4, 5. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളം. എൻ്റെ ദാതൻ തിരുവായി മൊഴിഞ്ഞ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അനേകർ ക്രിസ്തുവെന്ന് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റുവെന്ന് പലരെയും തെറ്റിച്ചു കളയും. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ രാത്രി, 3-ാമത് രാത്രി, മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിലുണ്ട്. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. ചതഞ്ഞോടെ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, എൻ്റെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ എത്ര പേർ ഒരിക്കൽ കൂടി ഇന്ന് രാത്രി കണ്ണുകളെ സമർപ്പിച്ച് ദൈവസന്നിധിയെ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുക. മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ഇവിടെ കേൾക്കുന്നവർ 2024 കണ്ടവർ, 25 കണ്ടില്ല, 25 ജനുവരി ആദ്യ ദിനങ്ങൾ കണ്ടവർ, ഈ ഫെബ്രുവരി മാസം 4-ാമത്തെ ആഴ്ച ഇവിടെ ഭൂമിയിൽ ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി നമ്മളെ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത് കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഇന്ന് രാത്രിയായ ദയ ലഭിച്ചവർ, കൃപ ലഭിച്ചവർ അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു. കേരളത്തിൻ്റെ വടക്കേറ്റമായ ഒരു മണ്ണുണ്ട്, വയനാടിൻ്റെ ഓരോ തലങ്ങളിലും, ബത്തേരിയിലും, പുൽപ്പള്ളിയിലും, മാനന്തവാടിയിലും, മീനങ്ങാടിയും, അമ്പലവയലും, ബാണാസുരസാഗരം, പടിഞ്ഞാറേത്തറയും, കൽപ്പറ്റയും, മാനന്തവാടി, തിരുനെല്ലി, അവസാനം ഞാൻ പ്രസംഗിക്കുന്നത് മേപ്പാടിയ. നല്ല ശാന്തമായ മലകളുടെ ഒരു പട്ടണമാണ് മേപ്പാടി. ഉയർന്നു നിൽക്കുന്നത് 4 മലകൾ. 1 മുണ്ടക്കൈ, 2 ചൂരമല, 3 വെള്ളാർമല, 4 പുത്തുമല. രാത്രി 11:30 കുറച്ച് പേർ മൊബൈലിൽ സംസാരിച്ച് കാണും, കുറച്ച് പേർ പാട്ടുപാടി കാണും, ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിൽ പലരും ഇരുന്ന് കാണും. എന്നാൽ ആ സമയത്ത് 1-ാമത്തെ റിക്ടർ സ്കെയിലിൽ 4.5 മൈന്യൂട്ട് എർത്ത് ഭൂമി പടുപട പൊട്ടും, കിടുകിടക്കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും. അത് പറയ്ക്കും, വീഴും, എഴുന്നേൽക്കയില്ല. ആരും അധികം ഗവനിച്ചില്ല. പ്ലേറ്റുകളും ഗ്ലാസുകളും കൂട്ടിമുട്ടി. 1:30 മണി രാത്രി 4 മലകൾ ഒരുമിച്ച് ഉരുൾപൊട്ടി. ആനയുടെ പുറത്തിരിക്കുന്ന പാപ്പാന് ആന മതവിളകി വലിച്ചെറിയുന്നത് പോലെ 4 മലകൾ താഴേക്ക്. ആയിരക്കണക്കിന് വീടുകൾ ഉരുളിനകത്ത്. മാതാവേ, പിതാവേ, ഇന്ന് രാത്രി മേപ്പാടി പഞ്ചായത്തിൽ ചെന്ന് 400 പേരുടെ പടം, 38 പേര് ഇതുവരെ കിട്ടിയില്ല. 2 ദിവസം കഴിയുമ്പോൾ നിലമ്പൂർ പോത്തുകല്ലിൽ കൂടി ഒഴുകുന്ന ഒരു പുഴയുണ്ട്. അതിറങ്ങുന്നത് പുത്തുമലയിൽ നിന്ന്. രാവിലെ തുണി കഴിവാൻ വന്ന സഹോദരിമാർ കണ്ടത് 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങിയവൻ്റെ കൈ വേറെ, കാല് വേറെ, ശരീരഭാഗങ്ങൾ വേറെ. ഇന്ന് രാത്രി കിടക്കെ തെരുവുമെന്ന് കുലുങ്ങാമായിരുന്നു. ചെങ്ങമനാടും ഒരു ഭൂകമ്പം വരാമായിരുന്നു. കുന്നിക്കോട് മലകളും ഇടിയാമായിരുന്നു. അതിൻ്റെ നടുവിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എൻ്റെ കണ്ണിനെ കണ്ണുനീരിന്, കാലിന് വീഴ്ചയെന്ന്, പ്രാണനെ മരളത്തുന്നത് ഇന്ന് രാത്രി വിടുവിച്ച് 2025 കൺവെൻഷനകത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. കണ്ണുകൾ
കരങ്ങൾ മൂടിയാട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ 2 ദിനങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ച് നല്ലവനായ സ്വർഗീയ കർത്താവിൻ്റെ കരം ഈ രാത്രി ചലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പർദീസ് തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങുലാവുന്നതിനായി തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. ഈ രാത്രി അടിപ്പിണരുടെ കരം ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഞങ്ങളുടെ പേരോ വിദ്യാഭ്യാസമോ ഒന്നും ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരണം. ഈ രാത്രി കാട്ടത്തിയുടെ പാരമ്പര്യത്തിൽ നിന്ന് സക്കായിയുടെ വീട്ടിൽ നാഥൻ്റെ കരമിറങ്ങിയപ്പോൾ ആ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ കുരിയാനൻ മുകളിൽ ചില കുടുംബങ്ങളിൽ ഈ രാത്രി കരമുയരുക ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ശബ്ദം വെളിച്ചം പ്രകൃതി കടന്നു വന്ന കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, ദേശം എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചതല്ല, അപ്പച്ചൻ്റെ കരങ്ങളിൽ തരുന്നു. വചനത്തിൻ്റെ വാതിലുകൾ തുറന്ന് ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണം. വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉത്സാഹത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നാട്ടെ. കുഞ്ഞെല്ലാ വാക്യവും വായിക്കത്തില്ല. കൊട്ടാരക്കര നിങ്ങൾ ബൈബിൾ കോളേജിനകത്ത് ഇരിക്കുന്നത് പോലെ വളരെ ക്ലിയറായിട്ട് ബൈബിൾ തുറന്നുകൊണ്ട് തന്നെ ഇരിക്കണം. വായിച്ചത് മത്തായി സുവിശേഷം. ശ്രദ്ധയോടെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. അതിൻ്റെ അകത്ത് വരുന്നതിൻ്റെ തുടക്കം തുടങ്ങുന്നത് 4 ഭാഗങ്ങളാണ്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിനെ സുവിശേഷത്തിൻ്റെ ശ്രേണി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. 5 കാൽപ്പനികമായ കാര്യങ്ങൾ സുവിശേഷത്തിനകത്ത്. 1 യേശുക്രിസ്തുവിൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 നാഥൻ്റെ മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5ാമത് പ്രസക്തമായൊരു ഭാഗം സുവിശേഷത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്: രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. ഇന്ന് രാത്രി മത്തായി സുവിശേഷം, ഓരോ സുവിശേഷത്തിനും ഓരോ ഭാഗങ്ങൾ. മത്തായി മശിഹാത്വ, മർക്കോസ് ദാസത്വ, ലൂക്കോസ് മനുഷ്യത്വ, യേശുക്രിസ്തുവിൻ്റെ ആളത്വം യോഹന്നാൻ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നു. മത്തായി സുവിശേഷം AD 30 കാൽവറിയിലെ ക്രൂശീകരണം, 37 മത്തായി എന്ന എഴുത്തുകാരനിൽ കൂടി എഴുതുന്നത് മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങൾ, 5 കഥാപാത്രങ്ങളെ സ്വർഗം ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നു. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു, 2 അതിനോടൊപ്പം യേശുവിൻ്റെ അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹേരോദാവ്, 5 പീലാത്തോസ്. ഇതാണ് അതിനകത്ത് മെയിനായി വരുന്ന കഥാപാത്രങ്ങൾ. അതിനോടനുബന്ധിച്ച് 5 പട്ടണങ്ങളെ ഇതിനകത്ത് കാണിക്കുന്നു. 1 ബേത്ലഹേം, 2 ശമര്യ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറിമല. കടക്കുന്നു അധ്യായം 1. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗങ്ങൾ. ദൈവമക്കൾ ശ്രദ്ധയോട്. 38 സെഖര്യാവ്, 39 മലാക്കി. 400 വർഷം ഇരുണ്ട കാലഘട്ടം കഴിയുമ്പോൾ മത്തായി 1 വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയുടെ ചാലുകൾ അതിനകത്ത് വിവരിക്കുന്നു. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി അതിനകത്ത്. അധ്യായം 2 വരുമ്പോൾ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അതിൻ്റെ ജനനത്തെ വളരെ വ്യക്തമായി തുറന്നു കാട്ടുന്നു. എവിടെ പാപം, എവിടെ ആടിൻ്റെ പരമയാഗം. ശ്രദ്ധയോടെ. ഇന്ന് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ഇറാഖിൻ്റെ വടക്കേറ്റം യൂഫ്രട്ടീസ് ഒരിക്കൽ കൂടി മടങ്ങി വരും. 6 ഘടകങ്ങൾ: സാദൃശ്യവും സ്വരൂപവും തേജസ്സും ബഹുമാനം അധികാരം ജീവശ്വാസം. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ആ കുടുംബത്തെ ഏതനിൽ കൊണ്ട് പാർപ്പിച്ചു. 7 കാര്യങ്ങൾ: അടക്കി വാഴുക, പെറ്റുവരിക, സന്താന പുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക, ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ തോട്ടത്തിൽ നിന്ന് പുറത്താക്ക്. സർപ്പം ഹവ്വ ഉപായത്തിൽ. കിഴക്കേ ഭാഷയെ പറഞ്ഞാൽ
പലപ്പോഴും ആദമിന് പല പ്രലോഭനങ്ങൾ കൊടുത്തു. ആദം വീണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആദം ഈ ഏഴംകുളത്തിനകത്ത് പറക്കോട് ചന്തയിൽ പോകുന്നത് ഈ സർപ്പത്തിന് പിടികിട്ടി. പാമ്പ് അങ്ങനെ എങ്ങനെയോ അമ്മാമ്മയുടെ വാട്സപ്പ് നമ്പർ കൈക്കലാക്കി അമ്മാമ്മയ്ക്ക് പ്രലോഭനങ്ങൾ കൊടുത്തു. ഞങ്ങൾ പറയുന്ന പോലെ വീട് കിട്ടും, കാറ് കിട്ടും, കമ്പ്യൂട്ടർ കിട്ടും, മോനെ തെക്കേ അമേരിക്കയിൽ അയക്കും, അമ്മാമ്മ ഇത് കഴിക്കണമെന്ന്. സ്വോത്രം. ഇതാ കോരിന്ത്യ ലേഖനം. സർപ്പം ഹവ്വ ഉപായത്തിൽ. അമ്മാമ്മയും കഴിച്ചു, 50 അച്ചായനും കഴിച്ചു. രണ്ടുപേരും ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി രക്ഷയിൽ നിന്ന് അകന്നപ്പോഴും അവനെ മാടി വിളിക്കുന്ന സ്നേഹമാ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവസ്നേഹം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആദമേ, നീ ഇവിടെ രക്ഷയുടെ തേജസ് അവിടെ നഷ്ടപ്പെടുന്നു. മരമുരിയാടകൾ കൊണ്ടവർ തോട്ടത്തിൽ നിന്ന് പുറത്താകുന്നു. എവിടെ ആട്ടിൻകുട്ടിയുടെ പരമയാഗം? ശ്രദ്ധയോടെ. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രാമിനെ വിളിക്കുന്നു. 1890 കിലോമീറ്റർ യാത്ര. കൂടലോത്തും അവിടെ എത്തുന്നു. വാർദ്ധക്യകാലത്തിൽ അബ്രഹാമിന് ഒരു സന്തതി ജനിക്കുന്നു, ഇസഹാക്ക്. കുഞ്ഞു വീട്ടിനകത്ത് പക്വതയോടെ വളർന്നു വരുമ്പോൾ സ്വർഗത്തിൻ്റെ കൽപ്പന ഇറങ്ങുന്നു. എന്താ സ്വർഗത്തിൻ്റെ കൽപ്പന? ഈ കുഞ്ഞിനെ കൊണ്ടുപോയി യാഗപീഠത്തിൽ സമർപ്പിച്ച് ഹോമയാഗത്തിന് വേണ്ടി ഒരുക്കിക്കൊള്ളണം. വയോധികനായ അബ്രഹാം 100-ാം വയസ്സിൽ ജനിച്ച കുഞ്ഞ്. ഉള്ളിലൊരു വേദനയുണ്ട്. അമ്മാമ്മ തൻ്റെ രക്തം തൻ്റെ ചെയ്തു. എങ്കിലും കാര്യം സ്വർഗം പറഞ്ഞതുകൊണ്ട് അബ്രഹാം കുഞ്ഞിൻ്റെ കയ്യിൽ വിറകും കെട്ടുമെടുത്തു കൊടുത്തു. പലപ്പോഴും യാഗത്തിന് പോകുന്ന ഇസഹാക്കിൻ്റെ കയ്യിൽ ഒരു ആടിൻ്റെ കയറുണ്ടായിരുന്നു. ഇസഹാക്ക് ചോദിച്ചപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ഇതാ അചഞ്ചലമായ വിശ്വാസം. 2025 ഈ എബനേസർ ഗ്രൗണ്ടിൽ കൺവെൻഷൻ ഇരിക്കുമ്പോൾ ഒരു കാര്യം അബ്രഹാമിൻ്റെ അകത്ത് ചലിച്ചു. 100-ാമത്തെ വയസ്സിൽ ഒരു തലമുറയെ സ്വർഗം തന്നെങ്കിൽ മോറിയാദേശത്തുള്ള മലയിൽ കൊണ്ടുപോയി കണ്ണമായി ഇസഹാക്കിനെ നുറുക്കി ചാരക്കവും പാരം ലഭിച്ചാലും അതിൻ്റെ നടുവിൽ നിന്ന് ആയിരക്കണക്കിന് ഇസഹാക്കുമാരെ ഉരുവാക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, എൽ ശദ്ദായിയായ ദൈവം, സകലത്തിന് മതിയായവനായ ദൈവം. വചനം മനസ്സിലാകുന്നവർക്കായി ഒരു വഴിയായവർ കടന്നു പോകുന്നു. 3 ദിവസത്തെ വഴിദൂരം. അവസാനമായി കുഞ്ഞിനെ മോറിയാദേശത്തുള്ള പാറയോട് ചേർന്ന് യാഗപീഠത്തിനകത്ത് കൈകാലുകൾ ബന്ധിച്ചു. തൻ്റെ പ്രിയൻ്റെ മകൻ്റെ ശരീരത്തിനകത്ത് കത്തി കയറ്റുന്നതിന് മുമ്പ് അവസാന നിമിഷം ആ കത്തിയെടുത്ത് അബ്രഹാം പ്രാർത്ഥിച്ചെന്ന് ചില ചരിത്രങ്ങൾ. അവസാന സമയത്ത് സ്വർഗത്തിൻ്റെ ശബ്ദം അബ്രഹാമിൻ്റെ കർണപുടങ്ങൾ, ബാലകൻ്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായ ഒരാട്ടിൻകുട്ടി. ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി. സഹോദരി, നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം. ബ്രദറെ, നീ കണ്ട വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിൻ്റെ വഴി തുറക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു വഴിയായി അബ്രഹാം തൻ്റെ പ്രിയ പൈതലുമായി യാത്ര ചെയ്തപ്പോൾ മറുവഴിയായി ദൈവം ഒരാട്ടിൻകുട്ടി അയച്ചു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി നീ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ, പ്രതിസന്ധികൾ നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, പ്രതികൂലം നിനക്കെതിരെ വരുമ്പോൾ പിശാച് പറയും തകർന്ന് കാണും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണ ലാസ്റ്റ് മോമെന്റിലും എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തന വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സാധാരണ ദൈവമല്ല സുഹൃത്തെ നിന്റെ കരങ്ങളിൽ പിടിച്ചതെടുക്കുന്നത്. ഇന്ന് രാത്രി ആരാ നമ്മുടെ ദൈവ സഹോദരി? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ പാൽ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം. അവൻ അറിയാതെ കിഴക്കേ തെരുവിൽ എൻ്റെ തലയിലെ ഒരു മൂടിതാര് പോലെ താഴെ വീഴുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൻ അറിയാതെ 2 മൂട്ടിൽ എൻ്റെ തലയിലെ മുടിമാര് താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി പറയണം, ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥനയിലോ മറുപടി വായിക്കുക. ഒരുപക്ഷെ ക്യാൻസർ 4-ാമത്തെ സ്റ്റേജ് ആയിരിക്കും. ഡോക്ടർമാർ നിന്നെ തള്ളും, RCC തള്ളു, പരിമലക്കാരൻ തള്ളു. എന്നാൽ ഇന്ന് രാത്രി അമ്മാമെ കരമുയർത്തി പറയണ, ക്യാൻസർ അല്ല വലുത്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി എൻ്റെ കൂടെയുണ്ട്. ബിക്കോസ് ഈസ് അലൈവ്. ഇന്ന് രാത്രിയും അവൻ ജീവിക്കുന്നു. അച്ഛായ, ഇന്ന് രാത്രി പറയണോ, ഹാർട്ട് അറ്റാക്ക് ഒരു വല്ലാത്ത സ്റ്റേജിലാണ്, ബൈപ്പാസ് നടക്കത്തില്ല, വിജയക്കാരൻ തള്ളു. ഇന്ന് രാത്രി ബിലീവേഴ്സുകാരൻ തള്ളു. എന്നാൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി പറയണോ, എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ കരഞ്ഞത്, ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ഇടിവിൽ നിന്ന് കരഞ്ഞതിൻ്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുക എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി വിശ്വാസത്തോടെ കരമുയർത്ത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇന്ന് രാത്രി ഞാൻ സകലത്തിന് മതിയായവനാ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി, ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു വഴി പ്രതികൂലം വരും, ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്ക്, പിശാച് നിനക്കെതിരെ പോരാട്ടത്തിന്റെ പദ്ധതി വെക്ക്. എന്നാൽ ഇന്ന് രാത്രി പറയണം, മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഹല്ലേലൂയ. കുരിയാനന്മൾ കേട്ട് പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ
കുന്നുകൾ മാറിപ്പോകും ബ്രദർ സിസ്റ്റർ. കുന്നുകൾ നിന്റെ മുമ്പിൽ നീങ്ങി പോകും. എന്നാൽ നിന്റെ പുരക്കകത്ത് നിറങ്ങി വിളിച്ച ദൈവത്തിന്റെ ദയ ഇന്ന് രാത്രി നിന്നെ വിട്ടു പോകയില്ല. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പതറരുത്, തകരരുത്. ലാസ്റ്റ് മൊമെൻറ്റിൽ വിടുതൽ തരുവാൻ കരുത്തുറ്റവനാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. രാത്രി നമ്പർ 1 ഇസ്ഹാക്കിന് പകരമായ ഒരു ആട്ടിൻകുട്ടി. നമ്പർ 2 ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടവാർ അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കണ്ടു. അതിൻ്റെ നടുവിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. പെസഹ കുഞ്ഞാടിൻ്റെ യാഗത്തിൻ്റെ നടുവിൽ മോശയാൽ അവർ ചെങ്കടൽ കടന്നു, അനവധി ആടുകളെ അറുത്തു. 2 മൂന്നാമത്തെ കാര്യം, ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. ഏകദേശം 1,50,000 പരം ആടുകളെ അറുത്തു. ആടിൻ്റെ രക്തം മേധസ്സോടെ ഒഴുകി. പുരോഹിതന്മാർ അവൻ നല്ലവൻ, അവൻ്റെ ദയ നീക്കുമുള്ളത്. ആ സമയത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിയത്. On more time revises in the convention. Third day, number 1 ഒരു പൈതലിന് വേണ്ടി ആട്ടിൻകുട്ടി. 2 ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ആട്ടിൻകുട്ടികളുടെ നിര തന്നെ. 3 ദൈവാലയത്തിൻ്റെ യാഗത്തിനകത്ത് അനേകം ആട്ടിൻകുട്ടികൾ. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ്. വീട്ടിനകത്ത് പകയും കൊലപാതകവും തൊന്തപക്ഷവും കുഷ്ഠവും ടൈഫോയിഡും അവീതഗർഭമെല്ലാം ആഞ്ഞടിച്ചപ്പോൾ ഈ ഊനമൃഗങ്ങളെ ഇറക്കുന്നു. കോലാട്, ചെമ്മരിയാട്, കുറുപ്രാവിനെ ഇറത്ത് യാഗപീഠത്തിൽ രക്തം വീഴുമ്പോൾ സ്വർഗം ചോദിച്ചൊരു കാര്യമുണ്ട്. അയ്യോ എന്നും ഈ ഊനമൃഗങ്ങളുടെ രക്തം വീണ്ട് ഈ യാഗപീഠത്തിനകത്ത് യാഗത്തളി വേണ്ട. സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും. അപ്പോൾ പിതാവിൻ്റെ മടിയിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഈ രാത്രിയും കഴിഞ്ഞ രാത്രികളിലും ഞങ്ങൾ അവനെ ഇവിടെ ഉയർത്തുന്നു. അതുകൊണ്ട് യോഹന്നാൻ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെന്തിക്കോസിൻ്റെ പാപമല്ല, CSAയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവൻ്റെ പാപമല്ല, ഇസ്ലാമിൻ്റെ പാപമല്ല, സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആട്ടിൻകുട്ടി അറുക്കപ്പെടണം. ഇവിടെ കുന്നിക്കോട് CPMൻ്റെ സമ്മേളനം നടക്കുമ്പോൾ സഖാക്കൾ വിളിക്കുന്നത് KN ബാലഭോഗോപാലല്ല, രക്തസാക്ഷികൾ സിന്ദാബാ. ചന്തമുക്ക് BJPയുടെ ശിബിരം നടക്കുമ്പോൾ അവർ പറയും ബലിദാനികൾ സിന്ദാബാ. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രിയിൽ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ അത്ര നസ്രേനായ യേശു ക്രിസ്തു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ കണ്ടോ യേശുവിൻ്റെ വായ്മൊഴികൾ കൂടെ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. അത് കഴിഞ്ഞിട്ട് ബാക്കി പെന്തിക്കോസുകാരും മിണ്ടത്തില്ല. ഞാൻ തന്നെ പുനരുത്ഥാനം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മനസ്സിലാകുന്നവർക്കായി ഈ രാത്രി നാടൻ ഭാഷയിൽ അധ്യായം 2 വരുമ്പോൾ ബേത്ലഹേമിൽ അവൻ പൂജാതനാകുന്നു. 3 പ്രവചനങ്ങളുടെ നേർത്തി. ഇന്ദിരാജി ഇവിടെ ജനിച്ചപ്പോൾ എവിടെ ജനിക്കുമെന്നറിയത്തില്ല. മഹാത്മാഗാന്ധി എവിടെ ജനിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. കാറൽ മാർക്സ് എവിടെ ജനിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയത്തില്ല. ഏംഗൽസ് എവിടെ ജനിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ രക്ഷകൻ്റെ ജനനത്തിന് മുൻപിൽ പ്രവചനങ്ങളുടെ ഘോഷ പരമ്പര. 1ാമത്തെ പ്രവചനം മീക്ക 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തെ, സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുവാൻ നിന്നിൽ നിന്ന് എഴുന്നേറ്റ് വരും. അഗസ്ത്യോസ് കൈസറുടെ കൽപ്പന പ്രകാരം മറിയാമ്മച്ചിയും ഔഷേപ്പും കൂടെ അവിടേക്ക് വന്നു. 1ാമത്തെ പ്രവചനത്തിന് നിവർത്തി ബേത്ലഹേമിലേക്ക്. 2 യെശയ്യാ പ്രവചനം 9:6. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിന്മേലിരിക്കും, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, നിത്യപിതാവ്. വരുംകാലത്തിൽ ഇപ്പോഴത്തെയും പ്രവചനങ്ങൾ. യെശയ്യാ 7:14 അടുത്ത പ്രവചനം. കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇസ്രായേലിൻ്റെ ചരിത്രം കടുകട്ടിയോടെ ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നിൽ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ആ കാലത്ത് യെശയ്യാവിൻ്റെ പ്രവചനം കേട്ടിട്ട് പല പെൺകുട്ടികളും വിവാഹം കഴിച്ചില്ല. ഉയരത്തിൽ നിന്ന് ദൈവശക്തി ഉദരത്തിലേക്ക് കടന്നു വന്ന ഒരു സന്തതി ഉരുവാകുമെന്ന് യെശയ്യാവിൽ കൂടി പ്രവചനം കേട്ടു. പക്ഷേ ആ പെൺകുട്ടികളിലൊന്നും ദൈവ സാന്നിധ്യം ഇറങ്ങിയില്ല മാമേ. അതുകൊണ്ട് ആ ഗബ്രിയേൽ മാലാഖ വന്ന് മറിയാമ്മച്ചി എന്നല്ല വിളിച്ചത്, കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് വന്ദനം. മനസ്സിലാകുന്നവർക്കാൽ ഇന്ന് രാത്രി നിനക്കൊരു പൈതൽ ജനിക്കും, അതിനെ ഇമ്മാനുവേൽ എന്ന് പേരിടണം. ബാക്കി ഞാൻ മുമ്പോട്ട് കടക്കുന്നില്ല. അവൻ ഭൂതലത്തിൽ പൂജാതനായി മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 30ാമത്തെ തിരുവയസ്സിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ 40 മൈൽ നടന്ന് സ്നാപക യോഹന്നാൻ സ്നാനമേറ്റു. ദക്കപ്പൊലിമയിലും ശമരിയിലും യഹൂദിയിലും കബർന്നഹോമിലും നിത്യജീവന്റെ മൊഴിമുത്തുകൾ വിതറിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയമെടുത്തു പോയി. ബൈബിൾ കൂടെ മത്തായി 21. അവൻ ഉലൂമലയുടെ താഴ്വാരം എത്തുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞുങ്ങളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോകണം, ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടി അഴിച്ചു കൊണ്ടുവരണം. ചോദിക്കുമ്പോൾ സ്വർഗത്തിന് ഇതിനെ ആവശ്യമുണ്ട്. ഇതൊരു പ്രവചനത്തിൻ്റെ നിവർത്തിയ സഹോദരങ്ങൾ. നാഥൻ്റെ ജനനത്തിന് പിറകിൽ സെക്കരിയാവ് ഏകദേശം ഇന്ത്യക്ക് 2550, അല്ലെങ്കിൽ ജനനത്തിന് പിറകിൽ 550. സെക്കരിയാവ് എഴുതി വെച്ചു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ നീ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പെടുക. സിയോനിൻ്റെ രാജാവ്
ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് സൗമ്യനായി പട്ടണത്തെ ഇളക്കിക്കൊണ്ടവൻ വരും. ഇവിടെ 5 ഭാഗങ്ങൾ. വേഗം ദാനിയേൽ നിൽക്കുന്ന യാത്രയും വനാന്തരത്തിനകത്തൊരു കഴുതയും കുഞ്ഞുമുണ്ട്. ഒന്ന്, ഭർത്താവ് മരിച്ചതായിരിക്കാം, മേ ബി. സെക്കൻഡ് വൺ ഡൈവോഴ്സ് ആയിരിക്കാം. തേർഡ് വൺ ആശകളെല്ലാം മറ്റുപോയി. 4 കഴുത്തിനകത്തൊരു കുരുക്ക. 5 മരണം കാത്തിരിക്കുക. 5 പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു കഴുതയും കുഞ്ഞും കാത്തിരിക്കുക. എന്നാൽ വരുവാനുള്ളവൻ വന്നാൽ നിന്റെ കെട്ടുകളെ അടിച്ചാൽ 5 മറുപടി തരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തി. പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ലാസ്റ്റ് മൊമെന്റിൽ നിന്റെ കണ്ണുനീരിൻ്റെ മറുപടി തരുവാൻ കഴുതയുടെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ ഈ രാത്രി 1 ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു കുരുക്കഴിച്ചു. 2 രക്ഷയുടെ വസ്ത്രം വിതറി. 3 കഴുതയെ പുറത്തു കൊണ്ടുവന്നു. 4 പട്ടണത്തിൽ കൂടി കഴുതയെ നടത്തി. കിഴക്കേ തെരുവുകാരും കുര്യാനൻ മുകളുകാരും രണ്ടാലുമൂടുകാരും വടകോടുകാരും നിന്റെ മരണം കാണാൻ കാത്തിരിക്കും. നിനക്കെതിരെ ബൗണ്ടറി വെക്കും, ലോകം രേഖ എഴുതി വെക്കും, മന്ത്രവാദി രേഖ എഴുതി വെക്കും. നീ പുറത്തു വരത്തില്ല എന്ന് രാത്രി. അറ്റ് എനി ബൗണ്ടറീസ് യുവർ ഹാവ്. എന്ന് രാത്രി നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ദുഷ്ടപിശാച് പദ്ധതി വെക്കാം. നീ പുറത്തു വരത്തില്ലെന്ന് ലോകം പദ്ധതി വെക്കാം. എന്ന് രാത്രി വിശ്വാസത്തോടെ ആരാധിക്കുന്ന ദൈവമക്കള്, ശംദരാധികാന ബൗഡാരവ ശംദുര്, ആത്മാവിൽ കരയുന്ന നീ പുറത്തു വരത്തില്ലെന്ന് ലോകം എഴുതി വെക്കുക. ഇന്ന് രാത്രി കയറുകൾ നിനക്കെതിരെ പ്രതികൂലമായിരിക്കും. എന്നാൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിന്റെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ആര് കരമുയർത്ത്? ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസത്തോടെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിന്റെ കുടുംബത്തിനെതിരെ ബൗണ്ടറി കെട്ടിയാലും, നിന്റെ ചർച്ചിനെതിരെ പോരാട്ടം അയച്ചാലും, 2025 ശനിയാഴ്ച രാത്രി വിശ്വാസത്തോടെ കരമുയർത്തി, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. ദുഷ്ടപിശാച് എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഈ രാത്രി പട്ടണം നിന്റെ മരണം കാണുവാൻ കാത്തു നിൽക്കും. നാട്ടുകാർ നിന്റെ പരാജയം കാണുവാൻ നിൽക്കും. നിന്റെ രക്തബന്ധങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണാൻ നിൽക്കും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവ, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവ, എൻ്റെ പരാജയം കാണേണ്ട നടുവിൽ ഇന്ന് രാത്രി കഴുതയുടെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങി വന്നെങ്കിൽ something is happened in this moment, the precious moment, disaster-യുടെ ഈവനിൽ ആര് കരമുയർത്തും? ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആരൊക്കെ നിന്നെ കുരായിൽ വെട്ടിയാലും, രണ്ടാൽ മുകളിൽ നിന്റെ കൊമ്പുകൾ വെട്ടിയാലും, നേർ നിലത്ത് പഴകിയാലും, നാട്ടുകാർ നിനക്കെതിരെ രേഖ വരച്ചാലും, നിന്റെ തലമുറകൾ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, എൻ്റെ കണ്ണുനീർ അതിനകത്ത് വീണാ അതിൻ്റെ നടുവിൽ നിന്ന് മുളകളെ പൊട്ടിക്കുക. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ, ഈ രാത്രി വചനമേറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. Lord Jesus, the precious moment, the mighty presence of Holy Spirit surrounded the third day. 5 നാട്ടുകാർ മരണം കാണാൻ കാത്തിക്കുക. അതിൻ്റെ നടുവിൽ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ. 5 കഴുത യെരൂശലേം ദൈവാലയത്തിൽ കൊണ്ടുവന്നു. ഒരു കഴുത യെരൂശലേം ദൈവാലയത്തിൽ വന്നാൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച കൂതൻ കൊമ്പ് കഴുത്ത് ഞെരിച്ച് താഴേക്കറിയും. പക്ഷേ ആരും ഈ കഴുതയെ തൊട്ടില്ല. ഈ കൺവെൻഷൻ്റെ 3ാമത് രാത്രി വിശ്വാസത്തോടെ പറയണം, എൻ്റെ ജീവിതമാകുന്ന പടകിന് നേരെ 5 പ്രതികൂലമാഞ്ഞടിച്ചാൽ 5 മറുപടി തരുവാൻ സർവശക്തനായ ദൈവം ഈ രാത്രി കൂടെയുണ്ട്. പരാജയത്തോടെ ഗ്രൗണ്ടിൽ നിന്നിറങ്ങരുത്. യെരൂശലേം ദൈവാലയത്തിലേക്ക് വന്നു. മത്തായി 24:1-2 ബൈബിൾ കൂടെ. അവൻ ദൈവാലയത്തിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ അനവധി പെരുന്നാളുകൾ, ഓശാന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, കാഹളനാദ പെരുന്നാൾ. ഓശാന പെരുന്നാൾ ദൈവാലയത്തിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തി. ദൈവാലയം വിട്ടുപോകുമ്പോൾ ആലയത്തിൻ്റെ പണി കാണിച്ചു. കൃത്യമലയാളം. 1 സമാഗമന കൂടാരം, കതിരമരം കൊണ്ട് മരുഭൂമിയിൽ മോശയാൽ. 2 ശലോമോൻ്റെ ആലയം BC 606 തകർന്നു. അടുത്തത് കോരശിൻ്റെ ആലയം. എസ്രാ, നെഹമ്യാ, സെരുബ്ബാബേൽ. ഭരണകൂടങ്ങൾ മാറുന്നതിൻ്റെ നിലവിൽ ഹേരോദാവിൻ്റെ ഒത്താശയോട് 46 വർഷം പണിയുന്ന ദേവാലയം. ആലയത്തിനകത്തും പുറത്തുമായിട്ടുള്ള രമ്യകർമ്മങ്ങൾ, തൂക്കുവിളക്കം കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, നാഥാ ആലയത്തിൻ്റെ പണി കാണുന്നില്ല. യേശു പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇതാ ഇസ്രായേൽ ഹമാസ് പ്രശ്നം അന്ത്യത്തിൽ വരുന്നത്. 4 ദിനം വേണം, അതുകൊണ്ട് ആ ഭാഗം തൊടുന്നില്ല. എൻ്റെ നാഥൻ വൈകിട്ട് ഒലിവുമലയിലേക്ക് പോയി. ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വളരെ സന്തോഷത്തോടെ വന്ന്, നാഥാ അങ്ങയുടെ അനവധി പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നിത്യജീവൻ്റെ മൊഴിമുത്തുകളും മറ്റു കാര്യങ്ങളും മരണാനന്തര ജീവിതമൊക്കെ കേട്ടു. എന്നാൽ പതിവിന് വിപരീതമായി 3 കാര്യങ്ങൾ ഇന്ന് പകൽ ദൈവാലയത്തിൽ നിന്റെ വരവ്, ലോകാവസാനം, അടയാളം. ഒരിക്കൽ കൂടി മലയാളത്തിനപ്പുറത്ത് കടന്ന് എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? ഉടനെ യേശു പറഞ്ഞത്, ഇവിടെ നമ്മുടെ ബാലഗോപാൽ സാർ മന്ത്രിയാവുന്നു, മുഖ്യമന്ത്രി പിണറായി
പിണറായി വിജയൻ വീണ്ടും വരുമെന്നോ മോഡി സാറ് മൂന്നാമത് വരുമെന്നല്ല, ഞങ്ങളല്ല, തോമസ് ഊട്ടി സാറുമല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അടുത്തത്, ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാർ ശക്തമായ വചനത്തിന് വേണ്ടി ഉറപ്പ് കൊടുക്കുന്ന സഭയായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. അതിനകത്തും പലരും ചാടിപ്പോകുന്നുണ്ട്. ഞാൻ വേദനയോടെ പറയുന്നതാ. ചിലതൊക്കെ കണ്ടിട്ട് ചിലർ ചാടിപ്പോകുന്നൊരു പ്രവണതയുണ്ട്. അത് തെറ്റാ. രക്ഷ പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മാനസാന്തരം പറയാത്ത കള്ളയോഗം, നിത്യത പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മരണാനന്തര ന്യായവിധി പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം. എവിടെയൊക്കെ എന്തൊക്കെയോ ഉണർവ് നടക്കുന്നെന്ന് പറഞ്ഞ് ചാടിപ്പോയാൽ അക്കരെ നാട് നഷ്ടമാകും, കയ്യിലുള്ള കാശും നഷ്ടമാകും. സ്വോത്രം. അവിടം വരെ ഞാൻ നിർത്തുകയാണ്. ഇന്ന് രാത്രി ഭക്തന്മാരുടെ ഒരു നിര ഇവിടെ ഉണ്ട്. എൻ്റെ കൂട്ടുവേലക്കാർ സ്റ്റേജിന് പുറത്തും ഇതുണ്ട്. ഇവിടത്തേക്ക് കൺവെൻഷൻ നോട്ടീസ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ചില 4 നില കൺവെൻഷനകത്ത് ചിലത് നുഴഞ്ഞു കയറും. കാശ്മീരിലെ തീവ്രവാദികളുടെ കണക്ക്. സ്വോത്രം. പച്ചയ്ക്ക് പറയുന്നതിനൊരു കുഴപ്പമില്ല. മക്കളെ ഒന്നേ പ്രസംഗിച്ചോളൂ, രക്ഷയെ പറ്റി പ്രസംഗിക്കണം. കർത്താവിൻ്റെ ദാസന്മാർ വഴിവക്ക നിന്ന് കരമുയർത്തിയാലും പറയണം, യേശുവായി എന്നെ ഈ തരത്തിൽ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അമ്മാമ എവിടെ ചെന്നാലും പറയണം, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ കൊണ്ടുവന്നത് നാഥൻ്റെ കരം. സ്വോത്രം. അതാകട്ടെ നമ്മുടെ സുവിശേഷം. സുവിശേഷമകായുഗത്തിൻ്റെ പ്രസക്തി വിടുതലല്ല, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് തിരുവഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കിഴക്കേ തെരുവിലും വടകോടും കുരായിലും ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കുന്നു. അതാകട്ടെ നമ്മുടെ സുവിശേഷം. ബാക്കി ഞാൻ തൊടുന്നില്ല. ഒരു വ്യക്തികളെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളല്ല. കാന്തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ ബൈബിളിനകത്ത് കടക്കുന്നു. ദാനിയേലിലേക്ക്. എന്താ കാന്തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിലേക്ക്? ഇന്ന് വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ ഘനഗാംഭീര്യമുള്ള 3 പ്രഭാഷണമുണ്ട്. 1 മത്തായി 7-8 പ്രഭാഷണം. 2 എസ്കറ്റോളജി, വരാൻ പോകുന്ന കാലം. മത്തായി 24 ഉലൂമല പ്രഭാഷണം. 3-ാമത്തെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണമുണ്ട്, മാളികമുറി പ്രഭാഷണം. അതിൻ്റെ പ്രത്യേകത, ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഏത് വിഷയത്തിനും മറുപടി ഉണ്ട്. കടക്കാം ബൈബിളിലേക്ക്. ക്ലാസ്സിലിരിക്കുന്നത് പോലെ, കിഴക്കേ തെരുവ് സെൻറ്റ് മേരീസ് ഇരിക്കുന്ന പോലെ നോട്ട് ചെയ്യാം. മത്തായി 24, 32, 33, 34. മോൻ വായിച്ച് സഹായിക്കും. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 32, 33, 34. വായിച്ചിട്ട് മുന്നേ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. എല്ലാവരും കേട്ടാട്ടെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ ഭാഗം അവിടെ സ്റ്റഡി ക്ലാസ് ഇരിക്കുന്നില്ലേ, സ്പീഡ് പോകാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകണം. 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചിട്ടുണ്ട്. മോൻ മാറ്റല് ബൈബിൾ നോട്ട് ചെയ്യാം. അത്തി അവൻ്റെ രാഷ്ട്രീയം. ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ. 2 ആത്മീയം. അതാ യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടിക്കളയുന്നു. സൺഡേ സ്കൂളിലിരിക്കുന്നത് പോലെ മുന്തിരി. 3 അവൻ്റെ ആത്മീയം കഴിയുമ്പോൾ വരുന്നത് സൗന്ദര്യത്തിലേക്ക്. സങ്കീർത്തനം 128, 1, 2, 3. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്ത്. നിൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈ പോലെ ഇരിക്കും. ഇസ്രായേൽ 3 മരം, അത്തി, ഒലിവ്, മുന്തിരി. അത്തി തളിർത്തു, കൊമ്പിളതായി. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. 7 രാഷ്ട്രങ്ങളുമായിട്ട് ഇസ്രായേൽ ഇപ്പോഴും സ്ട്രൈക്കാണ്. അതാ 48 മെയ് 14 ശേഷം 2028 അവൻ 80 വയസ്സാകുന്നതിന് മുമ്പ് 7 രാഷ്ട്രങ്ങൾ. 1 ഹമാസ്, 2 സിറിയ, 3 ലെബനോൻ, 4 തുർക്കി, 5 യമൻ, 6 അഫ്ഗാൻ. ഇങ്ങനെ പടിപടിയായിട്ട് അവ അടിച്ചുകൊണ്ടിരിക്കുക. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അതെല്ലാം ഒരു സൈഡിൽ കാണുമ്പോൾ ലോകം ഒരുവന്റെ കയ്യിലേക്ക്. വായിക്കാം. അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. ക്ലിയർ ആയിരിക്കും. അങ്ങനെ കിഴക്കേ തെരുവിലെ മക്കൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരാൻ പോകുന്നു. അതിന്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. അടുത്ത വാക്ക്. ഇതൊക്കെയും സംഭവിക്കുവോളോ? ഇതൊക്കെയും കിഴക്കേ തെരുവിൽ വാർത്താ മാധ്യമങ്ങളിലും ബൈബിളും വായിക്കുന്നവർ കാണുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. ദിസ് ജനറേഷൻ നോട്ട് ഗോയിങ് ടു ഡെത്ത്. ഈ തലമുറ മരണം വഴിയായി ഒഴിഞ്ഞു പോകുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അയ്യോ, ഞങ്ങൾ ആരുമല്ല, നാഥൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്ക്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ യേശു നാളെ വരുന്നെന്ന് ഞാനോ
രാജുമ എത്രയോ പോൾ ഗോപാലകൃഷ്ണ സാറോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്ത് ആടരുത്. സ്വോത്രം. ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ വരുന്ന പുള്ളിക്കും അറിയത്തില്ല. സ്വോത്രം. അടുത്തത്, ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. യേശുവിനും അറിയത്തില്ല, കൂടെ വരുന്ന കമാൻഡോസിനും അറിയത്തില്ല. അന്നേരം ആ മുണ്ടക്കയത്തുകാരൻ അലക്സ പ്രവാചകൻ കൊട്ടാരക്കര എന്ന് വിളിച്ചു പറഞ്ഞു യേശു 2030 വരുമെന്ന്. അത് തെറ്റായ കാര്യം. സ്വോത്രം. അതുകൊണ്ട് കുരായിലുള്ള വീടും കാറും ഒന്നും വിൽക്കരുത്. കാന്തൻ വരുന്നതിന് 3 കാര്യം നടക്കണം. നമ്പർ 1, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. ഓൺലൈൻ, സൂം, ലഘുലേഖ, പരസ്യയോഗം, ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ സംഭവം. 2, റോമർ 11:25 ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായ കാഠിന്യമുണ്ടാകും. 2ാമത്തെ പ്രവചനമാ 2023 ഒക്ടോബർ 7 മുതൽ ഇന്ന് നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോഴും നടക്കുന്നത്. 3ാമത്തെ സംഭവം പത്രോസ് ലീഗ ധന്യൻ ചൊല്ലി 2 പത്രോസ് 3:9 വചനം ക്ലിയർ ആയിരിക്കണം. കെ ചെറിയാച്ചൻ പഠിപ്പിച്ചും പറഞ്ഞോളൂ, കുഞ്ഞ് വാക്ക് പറയാതെ പ്രസംഗിക്കരുത്. സ്വോത്രം. വചനം പറയണം. സന്തോഷമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ. 2 പത്രോസ് 3:9 ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ അല്പം കൂടി താമസിക്കുന്നതിൻ്റെ പിൻപിൽ കുര്യാനൻ മുകളിൽ ചിലർ കൂടി മാനസാന്തരപ്പെട്ട് ദൈവസഭയിൽ വരണം. ക്ലിയർ ആയിരിക്കണം വചനം, പ്യുവർ വചനം. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ 3 കാര്യം നടക്കണം. ഇനി കാന്തൻ്റെ വരവിൻ്റെ 4 ചാലുകൾ. 1, അത്തിയാകുന്ന ഇസ്രയേൽ. 2, അവനടുക്ക വാതിൽക്കൽ. 3, ഒരേകലോക മതം ഇവിടെ വരും. 4, പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം. സൺഡേ ക്ലാസ്സിലിരിക്കുന്നത് പോലെ കാന്തൻ്റെ വരവിൻ്റെ 4 ചാലുകൾ. 1, യഹൂദ ലക്ഷണം. 2, എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം. 3, ഏകലോക മതത്തിൻ്റെ ലക്ഷണം. 4, ഏറ്റവും നിർണായകമായി സംഭവിക്കുന്നു ഒരു പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഇതാ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. താഴെ വീണ്ടും മോൻ തൊടുന്നില്ല. നിങ്ങളുടെ കണ്ണുകൾ താഴേക്ക് വായിക്കണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ വി ആർ ട്രാവലിംഗ് ടു ലോസ് ആഞ്ചലസ്. നേരെ പോകുന്നത് അമേരിക്കയിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദാണ്ട് എല്ലാവരും ക്ലിയർ ആകണം. തൂലിക TV മോനെ ഇത് ക്ലിയർ കൊടുക്കണം. 2024 അവസാന ദിവസങ്ങൾ കണ്ട വാർത്ത. ഒരിടത്ത് ഇസ്രായേൽ ഹമാസ് സംഘടന, ഒരിടത്ത് സിറിയ, അത് കഴിഞ്ഞിട്ട് വരുന്നത് റഷ്യ ഉക്രൈൻ. അത് കഴിയുമ്പോൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കരം കൊടുക്കുന്നു. ആർക്കു വേണ്ടി? ഒരേക ലോക ഭരണത്തിന് വേണ്ടി ഇന്തോനേഷ്യ. ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇനിയാ നമ്മുടെ കാതലായ ഭാഗം വചനത്തിൽ 1ാം ലോക മഹായുദ്ധം 1914-19 ഏകദേശം എത്ര പേർ മരിച്ചു വീണെന്നറിയാമോ? മോർ ദാൻ 5 lakhs, 5 ലക്ഷം പേർ. അന്നൊരു സംഘടന വന്നു. അതിൻ്റെ പേര് ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. 2ാം ലോക മഹായുദ്ധം 1939 മുതൽ 45 വരെ 5.5 കോടി പേർ മരിച്ചു. അന്നൊരു സംഘടന വന്നു. അതിൻ്റെ പേര് യുണൈറ്റഡ് നേഷൻസ്. ഇന്നുമുണ്ട് അന്തോണീസ് കുട്രാസ്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിൽ 10 യുഗങ്ങളുണ്ട്. പോകാൻ പോകുന്നത് ദാനിയേലിലേക്ക്. 1, ദൂതന്മാരുടെ യുഗം. 2, നിൽക്കൽമശ യുഗം. 3, മനസാക്ഷി യുഗം. 4, ന്യായപ്രമാണ യുഗം. 5, സങ്കലന യുഗം. 6, കൃപായുഗത്തിൽ നാം വന്നിരിക്കുന്നു. അതായി സുവിശേഷം. കൃപായുഗത്തിൻ്റെ പ്രത്യേകത പെന്തക്കോസ് പെരുന്നാളിൽ ആരംഭിച്ച കൃപായുഗം ഈ തലമുറയിൽ അവസാനിക്കാൻ പോകുക. കൃപായുഗം കഴിഞ്ഞാൽ 4 യുഗമുണ്ട്. 1, ഉപദ്രവം. 2, മഹോപദ്രവം. 3, 1000 ആണ്ട് വാഴ്ച. 4, നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. ഗോ ടു ആൻ എവർ ലാസ്റ്റിംഗ് എറ്റേണിറ്റി പ്രൊനൗൺസ് അറ്റ് ഇംഗ്ലീഷ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപായുഗത്തെ 3 സംഭവം കിഴക്കേ തെരുവിൽ നടക്കും. 1ാമത്തെ സംഭവം ദൈവസഭ എടുക്കപ്പെടും. പെന്തിക്കോസ് എന്നല്ല, CSI എന്നല്ല, മർത്തോമ എന്നല്ല, RC അല്ല, ഇവാഞ്ചലിക്കൽ അല്ല. എന്താ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാ ദൈവസഭ. അവർ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ, പൗലോസ് ധന്യൻ ചൊല്ലി തിക്ലിംഗ് ഓഫ് ഐസ്, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ വി ആർ ട്രാൻസ്ഫോംഡ് ടു ദ ഹെവൻ. സ്വർഗീയ പർദീസയിൽ എടുക്കപ്പെടും. 2, കഴിഞ്ഞ നമ്മുടെ ഈ കൺവെൻഷൻ നടക്കുന്ന നല്ല സൂപ്പർ ഡേറ്റ. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷമായി. ക്ലിയർ. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ എവിടെ ചെല്ലും? ബൈബിൾ കൂടെ ഇരിക്കണം. എസക്കേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കണം. ആരായി ഗോഗ്? നോഗയുടെ തലമുറകളുണ്ടായിരുന്നു. ഷേം, ഖാം, യാഫേത്ത്. യാഫേത്തിൻ്റെ തലമുറയിൽ 3 കുഞ്ഞുങ്ങളെ ആദ്യം വരച്ച് കാട്ടുന്നു. മാഗോഗ്, താദായി, യൂബാൽ. മാഗോഗിൻ്റെ തലമുറയാ പോയ റഷ്യ. അതാ ഗോഗ് എന്ന് പേര് വരുന്നത്. ഗോഗ്
ഇന്നത്തെ റഷ്യ. റഷ്യയുടെ 3 പട്ടണങ്ങൾ റോസ് റഷ്യ, മേസക് മോസ്കോ, ടുബാസ്കോ ട്രൂബൽ ഇവയുടെ തലവനായ റഷ്യയെ കൊട്ടാരക്കരക്കാർ കാണുക. കഴിഞ്ഞ 3 വർഷമായി ഞാൻ നിനക്ക് വിരോധമാ. പുട്ടിൻ പ്ലെയിനിൽ കയറിയാൽ മൊസാദ് അവനെ തട്ടും. അതുകൊണ്ട് വീട്ടുമുറ്റത്ത് ഇങ്ങനെ കറങ്ങുക, കിഴക്കേ തെരുവിലെ ചോമാച്ചൻ വാക്കിംഗ് സ്റ്റിക്കറുമായിട്ട് കിടക്കുന്ന പോലെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ഞാൻ വിരോധമായിരിക്കുന്നു. ഈ പോക്കെവിടെ? റഷ്യ ഉക്രൈൻ. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിപ്പിക്കും. 6ാമത്തെ രാജ്യത്തിൽ കൂടെ ഞാൻ കൊണ്ടുപോകുന്ന സിറിയയിലേക്ക് താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ദ 6th continent, ദാറ്റ് മീൻസ് ഉക്രൈൻ. ഇതുവഴി ഗോലാൻ കുന്ന് വഴി ഞാൻ വടക്കേ അറ്റത്ത് നിന്ന് നിന്നെ ഇറക്കും. അതാ ഇസ്രയേൽ പർവ്വതതര 3ാം ലോകമകായിത്ത്. അതൊക്കെ പ്രസംഗിക്കണേ 3-4 ദിവസമെടുക്കും. അതുകൊണ്ട് ആ ഭാഗം തൊടാത്ത അത് നടക്കുമോ? നടക്കും. അടുത്ത പ്രവചനം. ഹമാസിൻ്റെ നേതാക്കളെ കൂട്ടത്തോടെ വകവരുത്തിയപ്പോൾ ഹമാസിൻ്റെ പോരാളികൾ റഷ്യയിൽ ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞു: ഞങ്ങൾക്ക് റഷ്യ മേധാവിയായിരിക്കണം. മലയാള മനോരമ വായിച്ചത്, വേറെ ഒന്നും വേണ്ട. അത് കഴിഞ്ഞ് പലസ്തീൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നിട്ട് റഷ്യയുടെ പ്രസിഡന്റിനെ കണ്ടിട്ടൊരു കാര്യം പറഞ്ഞു. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളെ ഇനി റഷ്യ നയിക്കണം, ബൈബിൾ കൂടിരിക്കണം. എസെക്കിയേൽ 38:7 നീ അവർക്ക് മേധാവിയായി തീരും. അത് കഴിഞ്ഞിട്ട് പുറകെ അടുത്ത വാക്യം: ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ലാറ്റർ ഡേയ്സ് ആർ യു വിസിറ്റഡ് വെയർ വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തൊടുക്കം നീ വന്നു ചേരും. എല്ലാ IPCക്കാരോ പെന്തക്കോസുകാരോ നിരന്തരം ശൂന്യമായി കടന്ന ഇസ്രായേൽ പർവ്വത നിരകളിൽ അത്രേ 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയോൻ കൊടി ഉയർത്തിയപ്പോൾ അറബി ഒട്ടകമോ, അത് കഴിഞ്ഞിട്ട് മൂങ്ങ മൂളിയ സ്ഥലം, പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തിൽ ഒരുവർ വന്നു ചേരും. അതിൻ്റെ പേരാ 3ാം ലോകമകായുദ്ധം. അതിവിടെ സംഭവിക്കുന്നതിന് മുമ്പ് കിഴക്കേ തെരുവിൽ ഒരു സംഭവം നടക്കുക. ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടും എന്ന് രാത്രി കുര്യാനൻ മുകളിനോട്. സംഭവങ്ങൾ മുഴുവൻ കാന്തൻ്റെ വരവ്. അത് കഴിഞ്ഞാൽ ലോകം അവസാനിക്കത്തില്ല. ഒരുവൻ്റെ കയ്യിലേക്ക് ഭരണം വരും. ബൈബിൾ കൂടെ. വെളിപ്പാട് 13:1-2. അപ്പോൾ ചോദിക്കൂ എപ്പോൾ? ആഫ്റ്റർ ദ 3rd വേൾഡ് വാർ. ക്ലിയർ പ്രവചനം. 10 കൊമ്പ് യൂറോപ്പ്, 7 തല കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ടൈബർ വത്തിക്കാനിലേക്ക്, പാലിറ്റേലിയൻ കോവൽ 7 മലകൾ വത്തിക്കാൻ. ടൈബറിന് നദീതീരത്ത് 7 മലയുണ്ട്. ക്യാപിറ്റോളിൽ പാലിറ്റേലിയൻ, അത് കഴിഞ്ഞിട്ട് കൊറിയൻ, വെസ്കലൻ, എന്നിക്കുലൻ, ഇങ്ങനെ 7 മലകൾ. അതിൻ്റെ നടുവിലിരിപ്പുണ്ട് ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം. അതാ ആൻറ്റി ക്രൈസ്റ്റ്. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലി, ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ്റെ സാമ്രാജ്യം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ. ദാര്യാവേശും കോരശും വായിൽ 3 വാരിയല്. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ, പശ്ചിമേഷ്യ പിന്തുണ കൊടുക്കുക. അതിൻ്റെ വായ് സിംഹമുഖം. ഇന്നത്തെ തലയിറക്കുന്ന നിമ്രോദിൻ്റെ തലമുറകൾ അഥവാ ഇറാഖ് പിന്തുണ കൊടുക്കും. അടുത്തത് അതിന് മഹാസർപ്പം, വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുക്കും. അതിൻ്റെ പേര് ദാ വരുന്നു, ഏക ലോക ഭരണം. ആസ്പദമായി ദാനിയേലിലേക്ക്, ലോസ് ആഞ്ചലസിൽ പോയിക്കൊണ്ടിരിക്കുക. ദാനിയേലിലേക്ക് ബൈബിളിനകത്ത് 2 കാതലായ പ്രവചനങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ ഏകരാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വെളിപ്പാട് പുസ്തകം. അത് പത്മോസിൽ കാരാഗ്രഹമായി യോഹന്നാൻ. അതുപോലെ തന്നെ പഴയ വെളിപ്പാട് ഈ പഴയ നിയമത്തിലെ ദാനിയേൽ 27-12 അധ്യായങ്ങൾ. ബാബേൽ പ്രവാസത്തിൽ അന്ന് അവൻ എഴുതി വെച്ചു, ലോകം ഒരുവൻ്റെ കയ്യിലേക്ക്. മോൻ വായിക്കണം, ബൈബിൾ ക്ലിയർ ആയിരിക്കണം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25. ബൈബിൾ തുറന്നാട്ട് പ്രൊഫസി ദാനിയേൽ ചാപ്റ്റർ 8 വേഴ്സ് 23, 24, 25 വായിക്കാം മോനെ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഭരണാധികാരികളുടെ അതിക്രമം തികയുമ്പോൾ, ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ന്യൂ വേ വേൾഡ് ഓർഡർ. വായിച്ചാട്ട് മോനെ. അവന്റെ അധികാരം വലുതായിരിക്കും. ഉലകത്തെ മുഴുവൻ അവൻ ഇന്റർനെറ്റ് വഴി കരങ്ങളിൽ കൊണ്ടുവരും. നമുക്കത് തൊടാൻ സമയമില്ല. അടുത്ത വാക്ക്, സ്വന്തം ശക്തിയാൽ അല്ലാതാനും പിശാച് അവന്റെ ശക്തി കൊടുക്കും. അടുത്ത വാക്ക്, അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഭരണാധികാരി ഇവിടെ വരാൻ പോകുന്നു. അവൻ അടുക്ക വാതിൽക്കൽ. സംഭവങ്ങൾ കാലഗതിയിൽ 2023. എല്ലാവരും കേട്ടാട്ട് അക്ഷമയോടെ കേൾക്കണം. 2023 ന്യൂഡൽഹിയിൽ ഒരു കോൺഫറൻസ് നടക്കുക. അതിൻ്റെ പേര് ബ്രിക്സ് ഉച്ചകോടി. അന്ന് നമ്മുടെ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു കാര്യം പറഞ്ഞു. ലോകം ഒരുവൻ ഭരിച്ചാൽ നന്നായിരുന്നു. 1ാമത്തെ കാർപ്പറ്റ് ക്ലിയർ ആയിക്കോണം. 2ാമത്തെ സംഭവം കേട്ടാട്ടെ. 2024
നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പോയി. 7000 കോടി. അപ്പോൾ ചാനലുകാരെല്ലാം വളഞ്ഞു, മോഡിജി ഏക്ക് നയാ ബാത്ത് ബത്താന ചായേ. ഇന്ന് നിങ്ങളുടെ വാർത്താ ചാനലിൽ കിടപ്പുണ്ട്. അബുദാബിയിൽ മിസ്റ്റർ മോഡിജി പറഞ്ഞ്, ഭായിയോ ബഹനോ ഏ സുന്ന മങ്ത അപ്പന ദുനിയ ശാന്തി സമാധാൻ ബർക്കത്ത് ഹോനെ കെ ലിയെ ഏക് ആദ്മി ഹക്കൂമത്ത് മേ ബൈഠേഗാ തോ അച്ഛാ ഹെ. ഒരുവൻ കസേരയിൽ ഇരുന്നാൽ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ കൺവെൻഷന് ഷിജു പാസ്റ്റർ നോട്ടീസ് അടിക്കുമ്പോൾ കഴിഞ്ഞ നവംബറിൽ മൂന്നാമത്തെ സംഭവം നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ നടക്കുമ്പോൾ കേട്ടാട്ടെ, റഷ്യയിൽ 3 നേതാക്കൾ ഒരുമിച്ചു. 1 റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, 2 ചൈനയുടെ ഷീ ജിൻപിങ്, 3 കൊറിയയുടെ കിങ് ജോങ്. അവർ കരമുയർത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞു, ലോകം ഒരുവൻ ഭരിച്ചാൽ നന്നായിരുന്നു. എന്നിട്ട് ഒരാപ്പ് വെച്ച്, ഫേസ്ബുക്കിൽ ആപ്പല്ല, എണ്ണ വില ഡോളറിൽ നിന്ന് മാറണമെന്ന്. സ്വോത്രം. അതാ ട്രംപിന് ഇപ്പം പിടികിട്ട്. അന്ന് നമ്മുടെ മോഡി സാർ നമ്മുടെ കൺവെൻഷൻ ആൾക്കാർ പകുതി കയറുത്തോളം മോഡി സാറും കരമുയർത്തി. സ്വോത്രം. ഇത് അമേരിക്കക്കാർ കണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന് സത്യപ്രതിജ്ഞയ്ക്ക് മോഡി സാറിനെ വിളിക്കാഞ്ഞ്. പിന്നെ ജയശങ്കർ പോയി കട്ടൻ ചായയൊക്കെ കൊടുത്തപ്പോഴാണ് നമ്മുടെ മോഡി സാർ അവിടെ പോയത്. മനസ്സിലാകുന്നവർക്കായി ബാക്കി കൂടെ പറയാം. സ്വോത്രം. അത് മൂന്നാമത്തെ സംഭവം. നാലാമത്തെ സംഭവം, കഴിഞ്ഞ ഡിസംബറിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, എൻ്റെ ബന്ധു കൂടിയായ ചാണ്ടി, അത് കഴിഞ്ഞാൽ ശിവഗിരി മഠാധിപതി, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, കർണാടകയുടെ ടി.യു. ഖാദർ, എല്ലാവരും എവിടെ പോയെന്നറിയാമോ? വത്തിക്കാനിൽ പോയി. ഇനി ഞാനിവിടെ വന്നില്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ആലുവയിൽ നല്ലൊരു ശിവഗിരി മഠ സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ വത്തിക്കാൻ പറയുന്നു സർവമത പ്രാർത്ഥനാ കേന്ദ്രം തുറക്കാം. നാലാമത്തെ സംഭവം. 5 മർത്തോമാ സഭ, നല്ല സഭ. അവിടുത്തെ 6 തിരുമേനിമാർ വത്തിക്കാനിൽ പോയി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ന്യൂ വേൾഡ് ഓർഡർ. അതിൻ്റെ ആവശ്യം എന്താ? അവിടെ ചെന്നപ്പോൾ അവർ സന്തോഷം. ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, വേണമെങ്കിൽ പള്ളിയിൽ മാതാവിൻ്റെ ഫോട്ടോ വെക്കാം. ശരിയായോ അച്ചായ? മർത്തോമ പോയാൽ CSI കൂടെ അതിൻ്റെ കൂടി ഇവാഞ്ചലിക്കൽ, കറിയാച്ചായനും തോമാച്ചായനും അവറാച്ചായനും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എപ്പോൾ വെച്ചെന്ന് ചോദിച്ചാൽ മതി. നേരത്തെ ഞങ്ങളുടെ ഗ്രൂപ്പ്, പെന്തിക്കോസിലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പച്ചയ്ക്ക് ഞാൻ പറയാം. പക്ഷേ ഇപ്പം ഈ വത്തിക്കാനിൽ പോയതിന് ശേഷം മർത്തോമാ സഭയിലും ഗ്രൂപ്പ്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുകൊണ്ട് ആ പ്രതിപക്ഷ നേതാവ് VD സതീശനെ വിളിക്കാൻ അവിടെ തീരുമാനിച്ചപ്പം തിരുമേനിമാർ പച്ചയ്ക്ക് വെട്ടി. അന്ന് തൊട്ട് അവിടെയും കലകം തുടങ്ങി. ശരിയായി മക്കളെ, എല്ലാം റെഡിയായി. സ്വോത്രം. അവിടെയും ഗ്രൂപ്പായി. അത് കഴിഞ്ഞിട്ട് മനോരമ പേപ്പർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ 2025 ജനുവരി മാസം 25-ാം തീയതി മനോരമയിൽ ഒരു വാർത്ത വന്നു, അതിരുകളില്ലാത്ത ലോകം. മനസ്സിലാകുന്നവർക്കായി പുതിയ ജനറേഷന് വേണ്ടി കൊടുക്കാൻ പോന്നു. 110 UN രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിൽ കയറിയിട്ട് പറഞ്ഞു, ഒരു ഗവൺമെൻറ്, ഒരു പാസ്പോർട്ട്, ഒരു വഴി, ആർക്കും എവിടെയും പോകാം. മലയാള മനോരമ. അതിരുകളില്ലാത്ത ലോകം. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലടുത്തു, അവനടുക്ക വാതിൽക്കൽ. എതിർ ക്രിസ്തുവിൻ്റെ കാർപ്പറ്റ് ഇതാ റെഡിയായി കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ, എനിക്ക് പോകേണ്ടത് ലോസ് ആഞ്ചലസാണ്, അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പോകുന്നത്. ഒരുവൻ ഭരണത്തിൽ വന്നാൽ എന്ത് ചെയ്യും? നല്ല ക്ലിയർ മോണിറ്റർ മോനെ, ഒന്നും മാറ്റല്ല. എന്താ കാര്യം എന്നറിയാം? ഒരുവൻ ഭരണത്തിൽ വന്നാൽ അവൻ ആദ്യം എന്ത് ചെയ്തു? ഹീ വിൽ ടേക്ക് ഇറ്റ് ദ ലോ ആൻഡ് ഓർഡർ. അതാ ലോസ് ആഞ്ചലസ്. അവൻ നിയമത്തെ കരങ്ങളിലെടുക്കും. ഇന്ന് രാത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മാറി, നമ്മുടെ പിണറായി വിജയൻ സഖാവ് വന്നപ്പോൾ DGPയെ മാറ്റി, IG-യെ മാറ്റി, SP-മാരെ മാറ്റി, പ്ലീഡർമാരെ മാറ്റി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കടന്നു വന്നു. അദ്ദേഹം മാറിയപ്പോൾ മോഡിജി വന്നു. ഗവർണർമാരെ മാറ്റി, കരസേന, വായുസേന, നാവികസേന, സകല മേധാവികളെ മാറ്റിയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. നാടൻ മലയാളം. കൊട്ടാരക്കര കിഴക്കേ തെരുവിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വരണമെങ്കിൽ ഒരു ദിവസം കവടിയാറിൽ നിന്ന് കാറും എടുത്ത് നേരെ കൊട്ടാരക്കര വരത്തില്ല. പാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യും. അദ്ദേഹത്തിൻ്റെ രക്ഷ, അത് കഴിഞ്ഞ് SP, ഇവിടുത്തെ പാർട്ടിക്കാർ, അതിന് അംഗവാഹനങ്ങൾ സഹിതമെത്തും. നാളുകൾക്ക് മുമ്പ് ട്രയൽ നടക്കും. അതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കയ്യിലെടുക്കും. ബൈബിളിൽ ആദ്യ പുസ്തകം ഉൽപ്പത്തി, ആദിയിൽ ദൈവം ആകാശം ഭൂമി, ഭൂമി പാഴും ശൂന്യവും, ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതാ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. സയൻസിൽ 2 വേർഡ്സ് കുഞ്ഞുങ്ങൾ. അതിന് നമ്പർ 1 വി ആർ സേയിങ് ദ സയൻസ്, ദാറ്റ് മീൻസ് യൂണിവേഴ്സ്. അല്ലെങ്കിൽ ബൈബിളിൻ്റെ ബിബ്ലിക്കൽ വരുമ്പോൾ പറയുന്നു കാസ്മോസ്, അതാ നോകയുടെ കാലം. 2 മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു. എവിടെ? ഇറാഖിൻ്റെ വടക്കേറ്റം. അതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ പറഞ്ഞു. ഇറാഖിൻ്റെ വടക്കേറ്റം എത്യോപ്യ. എത്യോപ്യയുടെ അക്കരെ, ഇറാഖിൻ്റെ വടക്കേറ്റം യൂഫ്രട്ടീസ്, അക്കരെയുള്ള മണ്ണ എത്യോപ്യ. അവിടുന്ന് 6 ഘടകങ്ങൾ: സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ
മനഞ്ഞു. പലരും പറയും മണ്ണീന്നാ മനുഷ്യനെ മനഞ്ഞെന്ന്. തെറ്റ്. ബൈബിൾ റെഫറൻസ് കൂടെ തരാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. കുന്നിക്കോട്ടിലെ പാറയ്ക്കകത്ത് 97 മൂലകം. മനുഷ്യനെ മനയാൻ പറ്റത്തില്ല. പാറ പൊടിക്കുമ്പോൾ പാറപ്പൊടി കിട്ടും, അതിൻ്റെ പേരാ പൊടി. അതാ നിലത്തെ പൊടി. 17 എലമെൻറ്റ്, അതിൽ നിന്ന് മനുഷ്യന്. റെഫറൻസ് 4 ഉൽപ്പത്തി 2:17. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം മനഞ്ഞു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ. ദാനിയേൽ 12 നിലത്തെ പൊടിയിൽ 12:2 നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായി ചിലർ നിത്യലജയ്ക്കായി. പിന്നെ നമ്മൾ ആരും വായിക്കാത്ത സങ്കീർത്തനം 93. അഹരോന്റെ മരണം കണ്ട് മോശ വിശ്വസ്തയോടെ എഴുന്നു. അനാദിയായും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ. അതിനുശേഷം അടുത്ത വാക്ക് മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. 4 ആയുസ് അവിടെ എഴുതി, നമ്മൾ വായിക്കത്തില്ല. ഞങ്ങളുടെ ആയുഷ്കാലം 70. ബാക്കി മിണ്ടുന്നില്ലല്ലോ. പോയി പാസ്റ്റർമാരുടെ കാര്യമെല്ലാം പോയി. ഒരു പാസ്റ്റർമാരും ഒരച്ഛന്മാരും ഇത് വായിക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ ഭാഗമാകുമ്പോൾ ഞങ്ങൾ ഭാര്യമാരെ കൊടുക്കും. രാത്രി തന്നെ സ്ഥലം വിടുന്നുണ്ട്. പോന്നെ അവൾ പോട്ട് ഞങ്ങൾ വേറെ കല്യാണം കഴിക്കും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒറ്റ പാസ്റ്റർമാർ ഇത് വായിക്കാറില്ല. സഹോദരിമാരെ വായിക്കുന്ന, ആരെയും ദുഃഖിക്കാനല്ല. അങ്ങനെയെങ്കിൽ നിലത്തെ പൊടിയിൽ നിന്ന് ആരാ? സർവശക്തനായ ദൈവം ആദമിൻ്റെ മൂക്കിൽ ജീവശ്വാസം മോദി. വിജയാസിലെ വെന്റിലേറ്റർ അല്ല, ക്രിസ്തുരാജിൽ ഓക്സിജൻ സിലിണ്ടർ അല്ല. എൻ്റെ നാഥൻ ജീവശ്വാസം ഊതിയപ്പോൾ ആദമിൻ്റെ കാല് ചലിക്കാൻ തുടങ്ങി, അവൻ്റെ രക്തം ചലിക്കാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ ആർട്ടിക്കിളും വെൻട്രിക്കിളും ചലിക്കാൻ തുടങ്ങി, മുടി അനങ്ങാൻ തുടങ്ങി, അമ്മാമ്മ കണ്ണിൻ്റെ ഇമ വെട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദൈവത്തെ സാധാരണ ദൈവമല്ലെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയും, ഈ ദൈവം മഹാദൈവം. കരമുയർത്തുന്നവർക്ക് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി വിശ്വസ്തയോടെ ഈ ഗ്രൗണ്ടിനകത്ത് നീ ആരാധിച്ച നിന്റെ കിഡ്നിയുടെ ചലനങ്ങളെ മാറ്റുക, ക്രിയാറ്റിൻ്റെ ചലനങ്ങളെ മാറ്റുക, നിന്റെ ഹാർട്ടിൻ്റെ പമ്പിംഗ് റേറ്റ് മാറ്റുക, ലങ്സിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റുക, നിന്റെ തൈറോയിഡിനെ മാറ്റുക. ഇന്ന് രാത്രി എത്യോപ്യയുടെ മണ്ണിനകത്ത് ഇറങ്ങി വന്ന ആദമിന്റെ മൂക്കിൽ ജീവശ്വാസമൂതിയ സർവശക്തന്റെ കാര്യം എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സർവശക്തനായ കർത്താവ്. അടുത്ത ഭാഗവും കൂടെ. ആദമിൻ്റെ ശരീരത്തിൽ നിന്നൊരു വാരിയല്ലൂരി. അവിടെ ആ മലയാളം ഗാഠനിദ്ര. PSC, കേട്ടറ്റ്, ടീറ്ററ്റ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എഴുതിയാട്ടെ. നീറ്റ് പരീക്ഷ. ആരാ അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. കണ്ടുപിടുത്തം എവിടെ? പറഞ്ഞു തരാം. ആദമിന് ഗാഠനിദ്ര വരുത്തിയത് കണ്ടിട്ട് ആദ്യം ക്ലോറോഫാം, മൂത്ത ചേട്ടൻ അനസ്തേഷ്യ. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. ആ നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ കാല് തളർന്നിരിക്കുക, വീൽ ചെയറിൽ. നാട്ടുകാരെല്ലാം വന്ന് കണ്ട്, സാറിന് നോബൽ പ്രൈസ് കിട്ടി, സന്തോഷമില്ല? അദ്ദേഹം പറഞ്ഞു, നോബൽ പ്രൈസ് അല്ല എൻ്റെ സന്തോഷം, എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ എൻ്റെ സന്തോഷം. ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹം അനസ്തേഷ്യ കണ്ടുപിടിക്കുന്നത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ബൈബിൾ റെഫറൻസുമായി കമ്പയർ ആയി. അങ്ങനെ അവരെ പാർപ്പിക്കാൻ കൊണ്ടുവന്നതായി ഏദൻ. അല്ലാതെ അവരെ സൃഷ്ടിച്ചത് ഏദൻ എന്നോടില്ല, അവരെ പാർപ്പിക്കാൻ ഏദനിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇനി ആ ലോസ് ആഞ്ചലസിലേക്ക് ആദ്യത്തെ കല്യാണം നടത്തിയതാര്? ഇവിടെ അനവധി ഓർത്തഡോക്സ്, അത് കഴിഞ്ഞ് മലങ്കര കത്തോലിക്ക കിഴക്കേത്തെരുവിൽ അവിടെ ഒരു വിവാഹം നടക്കും. അച്ഛൻ അവിടെ 2 പെൺകുട്ടിയെയും കുഞ്ഞിനെ അവിടെ കൊണ്ട് നിർത്തും. എന്നിട്ട് നല്ലൊരു പാട്ട് പാടും. വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി, മണവാട്ടിക്കും കൊടുത്തു. വൈദിക ശമാശന്മാരാൽ ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മളെവിടെ കാണാനാ? മൊബൈലിൽ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി. നമ്പർ 1. ഇനി പെന്തക്കോസിൻ്റെ കല്യാണം കേട്ടിട്ട് തോമസ് വിട്ട് സാർ ഇവിടെ ഇരിക്കുന്നു. ഏറെ ബഹുമാനത്തോടെ ദൈവദാസൻ ഒരു കല്യാണം ഓടി വന്ന് പെൺകുട്ടിയും ചെറുപ്പക്കാരെയും നടത്തത്തില്ല. 2 കൂട്ടരും ഒരു കാര്യം പറയും, വചന ശുശ്രൂഷ, അതിനുശേഷം ഒരു സമർപ്പണ പ്രാർത്ഥന. ദൈവദാസൻ 2 കുഞ്ഞുങ്ങളുടെ കരം പിടിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് തൻ്റെ കരവും ഉയർത്തും. 6000 കൊല്ലങ്ങൾക്കും വേദന്റെ പൂങ്കാവനത്തിൽ ആദം ഹൗവ ദമ്പതികളെ സംയോജിപ്പിച്ച ദൈവത്തിൻ്റെ കരത്താൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ആശീർവദിച്ച് കുടുംബജീവിതത്തിൽ കടത്തുന്നു. എത്ര പെന്തിക്കോസുകാർ കേട്ടിട്ടുണ്ട്? ചിക്കൻ കാല് തിന്നാൻ നോക്കിക്കോ. സത്യം പറഞ്ഞാൽ അതാ ദൈവിക ശുശ്രൂഷ. സന്തോഷമില്ലല്ലോ സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കല്യാണം ലോസ് ആഞ്ചലസിലേക്ക് പോവാ, കർത്താവ് വരാൻ പോവാ, കാട്ടുതീ കിഴക്കേ തരും. ദാണ്ട് വിവാഹമോ ഞങ്ങളില്ലേ അമേരിക്കക്കാർ. ലോസ് ആഞ്ചലസിൽ പോവുക, ലോകത്തിൻ്റെ കാലം കാണാൻ പോകുന്നത്. വിവാഹമോ? അമേരിക്കയിൽ വിവാഹമില്ല. നമ്പർ 1 തെളിവായിരിക്കണം. തൂലിയ മോൻ ക്ലിയർ ആയിക്കോണേ. മലയാളി പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്നു. ശരണ്യയും ശ്രുതിയും വടക്കൻ പറവും. ഇതിൻ്റെ പേരാ ലെസ്ബിയൻ മാരേജ്. കിഴക്കേത്തൊരു ഭാഷ പറഞ്ഞാൽ കുഞ്ഞമ്മയും ചിന്നമ്മയും ഒരുമിച്ച് താമസിക്കാൻ ലൈസൻസ്. സന്തോഷമില്ലല്ലോ സ്വോത്രം. ബാക്കിയൂടെ കേട്ടാട്ട്. കത്തോലിക്ക സഭ എല്ലാം തെളിവ് പോയാലും നോക്കണം. മോനിത് കൊടുത്തോണം. വിൻസെൻ്റ് ബ്രൂണോ
കുരാക്കാരുടെ ഭാഷയെ കറിയാച്ചാൻ തോമാച്ചാൻ. അതിൻ്റെ പേര ഗൈ മാര്യേജ്. തീരാൻ പോവുക അമേരിക്ക, കത്താൻ പോവുക. സ്വർഗ വിവാഹത്തിന് ഫ്രാൻസിൽ അംഗീകാരം. ദാ കിടക്കുന്നു. ദൈവം വെച്ച തക്ക തുണ മാറ്റി ദാ കിടക്കുന്നു. എതിർ ക്രിസ്തു വരുന്നതിന് വിട്ട് അവൻ കാർമ്മിക നിയമം കയ്യിലെടുക്കും. ക്ലിയർ എവിഡൻസ്. എനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നത്. സ്വർഗ വിഭാഗത്തിന് US പച്ചക്കൊടി ദാ കിടക്കുന്നു. സ്വർഗ വിഭാഗത്തിന് US പച്ചക്കൊടി. അടുത്തത് ഓസ്ട്രേലിയ. ഇവിടെ കിഴക്കേ തെരുവുകാർ സിഡ്നി, മെൽബൺ, പെർത്ത് കാണും. അവിടെ വന്ന് ദാ കിടക്കുന്ന സ്വർഗ വിഭാഗം. അത് കഴിഞ്ഞാൽ ആരും കരയരുത് അമ്മച്ചിമാർ. 18 കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനുമായി കല്യാണം കഴിച്ചാൽ നിയമസാധുത കല്യാണമല്ല, ലിവിങ് ടുഗദർ. നാടൻ മലയാളം. കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസിൽ ഞാൻ പഠിച്ച കോളേജിൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി, അവൾ കൊല്ലത്തുനിന്ന് വരുന്ന വഴി. ആ പയ്യൻ പുനലൂർ അസൻ കോളേജിൽ, അവൻ PG ക്ക് പഠിക്കുന്നത്. അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. കൊട്ടാരക്കര കോടതി കൊണ്ട് ആധാർ കൊടുത്തു. 2000 വക്കീൽ, 3000 ഫീസ്. ഒരു സർട്ടിഫിക്കറ്റ് ഇട്ട്, ജയിച്ച സർട്ടിഫിക്കറ്റ്, ലിവിങ് ടുഗദർ. ഇവർ 2 പേരൂടെ പുനലൂരിനടുത്ത് ചെമ്മന്തൂർ വാടക വീട്. അപ്പൻ അവിടെ കുണ്ടറക്കാരനാണ്. മോളെ തിരക്കി പോലീസുമായിട്ട് അവിടെ ചെല്ലും, ചെമ്മന്തൂരിൽ ചെല്ലുമ്പോൾ പെൺകുട്ടിയും ചെറുക്കനോടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. പോലീസുകാർക്ക് ചായ കൊടുത്തിട്ട് പേപ്പർ എടുത്ത് കൊടുക്കും. ദാണ്ട് കൊട്ടാരക്കര കോടതി പേപ്പർ തന്നു, ലിവിങ് ടുഗദർ. കരമുയരുന്നില്ലല്ല ചായ. അതുകൊണ്ട് അമ്മമ്മ, എൻ്റെ കാന്തൻ പറഞ്ഞു, യെരൂശലേം പുത്രിമാര്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരവിൻ. ക്ലിയർ. നിയമം മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദാണ്ട് ഈശാനും സൂര്യയും ട്രാൻസ്ജെൻഡർ മാരേജ്. അടുത്തത് പെന്തിക്കോസുകാരെല്ലാം കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ സമയം മേടിച്ചത്. ഇന്ത്യൻ സുപ്രീം കോടതി 2 അഭിഭാഷകർ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഒരു 3 പെൺകുട്ടികൾ, ജസ്റ്റിസ് TY ചന്ദ്രചൂഡ് പഠിക്കുന്നവർ കേട്ടണം, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പേപ്പർ കൊണ്ടുവന്ന് ഒരു നല്ല വക്കീലിനെ വെച്ചു. ഇന്ത്യയിൽ സ്വർഗ വിഭാഗം വേണം. ഗ്രീസ് അത് 37ാമത്തെ രാജ്യ സ്വർഗ വിഭാഗം. ആ പെൺകൊച്ചുകൾ അവർ ക്രിസ്ത്യൻ രാജ്യ സ്വർഗ വിഭാഗത്തിന് അനുമതി കൊടുത്തെങ്കിൽ ഡെമോക്രസിയുള്ള ഇന്ത്യ കൊടുക്കണം. TY ചന്ദ്രചൂഡ് ഈ കൊച്ചുങ്ങൾ കൊടുത്ത പേപ്പർ എടുത്ത് ഒപ്പിടാൻ തുടങ്ങിയപ്പോൾ വലതുവശത്തിരിപ്പുണ്ട് സുപ്രീം കോടതി അറ്റോർണി ജനറൽ. അദ്ദേഹം എഴുന്നേറ്റു. BJPയുടെ അറ്റോർണി ജനറൽ, ആരും ആയിക്കോട്ടെ രാഷ്ട്രീയക്കാർ. അദ്ദേഹം എഴുന്നേറ്റൊരു കാര്യം പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, ശമ്പളം തരുന്നത് ഞങ്ങളാ, പെങ്കൊച്ചുങ്ങളല്ല. ഇതാർഷ ഭാരതം. ഇവിടെ ഒരു വിഭാഗം, സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. ബില്ല് മാറ്റാൻ പൗലോസ് ലീഗ ധന്യൻ ചൊല്ലിയത് ശരിയായോ മാമേ? അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. ക്ലിയർ വചനം. അതിലൊരു പെൺകുട്ടി ഓർത്തഡോക്സ് സഭക്കാരി. നാട്ടുകാർ കേൾക്കട്ടെ. അവൾ ഏഷ്യാനെറ്റ് വിനുവിൻ്റെ ചർച്ചയ്ക്ക് വന്നിട്ട് അതിൻ്റെ ഈ വിവരം ചോദിച്ചു. വിനു ഒരു ചർച്ച നടത്തി. അന്നേരം അവൾ പറഞ്ഞതാ, കുഞ്ഞമാമേ മറിയാമാമൻ കേൾക്കട്ടെ, ഇനി ഞങ്ങൾ സുപ്രീം കോടതി അപ്പീൽ പോകുമെന്ന്. തീരാറായി അമ്മാമേ, സ്വോത്രം. ബാക്കി കേട്ടോ. ലോകം എവിടെ പോകുമ്പോൾ അന്ത്യക്കാലം. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇന്ന് MP രാജേഷ്, ഞങ്ങൾക്ക് പുറകെ കൊട പിടിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, അദ്ദേഹം കൊടുത്ത ഓർഡർ, പെണ്ണും ചെറുക്കനും ലൈവ് വേണ്ട. എവിടെ ഇരുന്നെങ്കിലും കൈവച്ചാൽ കമ്പ്യൂട്ടറിനകത്ത് പൈസയും കൊടുത്താൽ സബ് രജിസ്ട്രാറായ ഓഫീസിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ചെന്നാൽ വിവാഹ സർട്ടിഫിക്കറ്റ്, ഓൺലൈൻ മാരേജ്. ആചാരി വേണ്ട, പൂജാരി വേണ്ട, അച്ഛൻ വേണ്ട, സെൻട്രൽ പാസ്റ്റ് വേണ്ട, ഒന്നും വേണ്ട. ഓൺലൈൻ മാരേജ്. അവൻ നിയമത്തെ കഠിനമാക്കുന്നു. ബൈബിൾ ഞാൻ പുറകെ വായിച്ചു തരണം ഇന്ന് രാത്രി. എന്താ അവൻ നിയമത്തെ കഠിനമാക്കും? അമേരിക്കയെ പറ്റി പറഞ്ഞു തരാം. അമേരിക്കയിൽ എല്ലാവരും കേൾക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ലൈവ്. അമേരിക്കയിൽ 1991 ബിൽ ക്ലിൻ്റൺ അധികാരത്തിൽ വന്നു. അന്ന് അദ്ദേഹം ഒരു കാര്യം ചെയ്തു, സ്വർഗ വിഭാഗം. സകല പാസ്റ്റർമാരും സകല പട്ടക്കാരും ചെന്ന് പറഞ്ഞു, $, നോക്കൂ സാർ, വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. നിയമത്തെ മാറ്റരുത്. അന്ന് രാത്രി കിഴക്കേത്തെരുവിൽ അച്ചായ അന്ന് തൊട്ട അമേരിക്ക കാറ്റടിച്ചത്. റീത്ത, കത്രീന, വിൽമ, ഫ്ലോറൻസ്, ലോറൻസ്. അമേരിക്കയുടെ ടെക്നോളജി. നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന തിരുവനന്തപുരം ചാക്ക എയർപോർട്ട്, അവിടുന്ന് ഒരു വിമാനം പറന്നുയരുന്നത് അമേരിക്കയുടെ ബഹിരാകാശ സംഘടനയുടെ സാറ്റലൈറ്റ്. നോട്ട് ഈ ആ സംഘടന നാസ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുതാം, നാഷണൽ എയറോനോട്ടിക്കൽ സയൻറ്റിഫിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അവൻ്റെ കണ്ണിൽ കാണാം. അതിന് സെൻറ്റ് മേരീസിലെ സയൻസസ് ടീച്ചർ വിളിക്കുന്ന എഫക്റ്റിൻ്റെ പേരാ ബട്ടർഫ്ലൈ എഫക്റ്റ്. തിരുവനന്തപുരത്ത് നിന്ന് ഉയരുന്ന വിമാനം അതുവരെ അമേരിക്ക കാണാം. എന്നാൽ ഒരു കാര്യം, അമേരിക്കക്കകത്ത് കാറ്റ് വന്നത് ഒരു കമ്പ്യൂട്ടറിനും കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി കിഴക്കേത്തെരുവേ, യഹോവയുടെ വചനത്തോട് മറുതലിക്കുന്നവരെ കരമുയർത്തുന്നില്ലല്ലോ. ദൈവം നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ
ആരും ഉണ്ടാകത്തില്ല. കേട്ടോ? അടുത്തത് 2, അമേരിക്കയിൽ ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ലൈസൻസ് വന്ന അബോർഷൻ ലൈസൻസ്, അതും കൊടുത്തത് ബിൽ ക്ലിൻ്റനാണ്. അന്ന് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ, ഐ വിൽ റെസ്പെക്ട്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അദ്ദേഹം ഓടിച്ചെന്ന് ബിൽ ക്ലിൻ്റനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഈ പേപ്പറിൽ ഒപ്പിടരുത്, മക്കളെ യഹോവ തരുന്ന ദാനം, ഉദരഫലം യഹോവയുടെ പ്രതിഫലം ചെയ്യരുത്. പക്ഷേ ബിൽ ക്ലിൻ്റൻ ഒപ്പിട്ടു. അന്ന് തൊട്ട അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി. ഇന്ന് രാത്രി നിങ്ങളുടെ ബന്ധുക്കൾ അമേരിക്ക 37 അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടിക്കഴിഞ്ഞു. അതിൻ്റെ പേരാ JP മോർഗൻ. അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ ഫസ്റ്റ് ബാങ്ക്. അതുകൊണ്ട് ട്രംപ് സാമ്പത്തികമായിട്ട് പിടിമുറുക്കി. ഞാൻ മലയാളം പറയുക, സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. കാനഡയിൽ പോയ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്. ടൊറൻ്റോ ഉണ്ട്, ആൽബർട്ടോ ഉണ്ട്, വാൻകൂവർ ഉണ്ട്, നയാഗ്ര ഫാൾസ് ഉണ്ട്. ഇവിടെ ഉള്ള മലയാളി പെമ്പിള്ളാർ, ഞാൻ വേദനയോടെ പറയുക, അവിഹിത ഗർഭം കാനഡ അബോർഷൻ ഇല്ല. ഇവിടുന്ന് തെങ്കാശി വണ്ടി കയറുന്ന പോലെ പെർമിറ്റ് എടുത്ത് അമേരിക്കയിൽ പോയി അബോർഷൻ നടത്തി വരുന്ന മലയാളി പെൺകുട്ടികൾ കാനഡ നടുങ്ങുന്നു. 25 ഗ്രാം മയക്കുമരുന്ന് വരെ കഴിക്കുന്ന മലയാളി പെൺകുട്ടികൾ. ചെറുപ്പക്കാരൻ ദേവദാസൻ പറഞ്ഞത് കേട്ട് കരഞ്ഞു പോയി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അമേരിക്കയിലെ 37 ബാങ്കുകൾ പൊട്ടി. അതുകൊണ്ടല്ലേ ട്രംപ് വന്നപ്പോൾ IPC ചർച്ചക്കൂടുകാർ ഷാരൂനും പറഞ്ഞ് ഞങ്ങളുടെ രക്ഷകൻ വന്നെന്ന്. സ്വോത്രം. നിന്റെ രക്ഷകനല്ല ട്രംപ്, ഇസ്രയേലിന് വേണ്ടിയാ ട്രംപിനെ ദൈവം കൊണ്ടുവന്നത്. അതാ യോബ് പറഞ്ഞത്, അവൻ ബലശാലികളെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവർ അവൻ അതിനകത്ത് കൊണ്ടിരുത്തിയോ. അല്ല, ഇന്ത്യക്കാരൻ നന്നാക്കാനല്ല ട്രംപ് വന്നത്. ട്രംപ് വന്ന ഉടനെ ഇവിടെ എല്ലാം പോസ്റ്റാ ഫേസ്ബുക്കിനകത്ത്, ഞങ്ങളുടെ രക്ഷകൻ വന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ വന്നു. വന്നിട്ട് ഗിഫ്റ്റ് കിട്ടി, സർദാർമാരെ കാലിനകത്ത് ബലം വിട്ട് നാട്ടിലേക്ക് വിട്ടു. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. സ്വോത്രം. അടുത്തത് വരാൻ പോവുക. അടുത്ത കേട്ടെ, ശശി തരൂർ എൻ്റെ സുഹൃത്ത്. ഞാൻ ഈ വിവരം കണ്ട് ശശി തരൂരിനോട് ചോദിച്ചു, സാറേ 18,000. അപ്പോൾ എന്നോട് പറയാം, പാസ്റ്ററെ തിരുവനന്തപുരം സിറ്റി RC ബുക്കില്ലാത്ത എത്ര വണ്ടി ഉണ്ടെന്ന് നോക്കിയാൽ മതി. സ്വോത്രം. കമ്പ്യൂട്ടറിൽ 18,000, ബാക്കി എല്ലാവരും. സ്വോത്രം. ജയശങ്കർ സംസാരിച്ചിട്ട്, പ്രധാനമന്ത്രി സംസാരിച്ചിട്ടും ട്രംപ് വിടത്തില്ല. മെക്സിക്കോയിൽ നിന്ന് വേലിയും കെട്ടി സകല എണ്ണത്തിനെ വണ്ടി കയറ്റുക. ട്രംപ് വന്ന പെന്തിക്കോസുകാരുടെ നന്മയ്ക്കല്ല, ഇസ്രയേലിൻ്റെ നന്മയ്ക്ക. പിന്നെ ഒരു കാര്യം, ട്രംപ് ഒരു നല്ല മനുഷ്യനാണ്. വന്ന ഉടനെ നമ്മൾ പോലും പറയത്തില്ല, പുള്ളി പറഞ്ഞു യേശു എൻ്റെ രക്ഷകൻ. ആര് പറയും? സ്വോത്രം. പിന്നെ ട്രംപ് രണ്ടാമത്തെ കാര്യം പറഞ്ഞു, എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി എന്ന്. സ്വോത്രം. ഇവിടെ അമ്മച്ചി അപ്പച്ചന് പ്രാർത്ഥിച്ച ഒരു കട്ടമ്പള്ള ആർക്കും കൊടുക്കുന്നില്ല. സ്വോത്രം. ട്രംപ് അത്രയെങ്കിലും പറഞ്ഞു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. പിന്നെ ട്രംപ് ഒരു കാര്യം ചെയ്തു, സകലയിടത്തും ബൈബിൾ വെച്ചിരിക്കുക. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു, കേരളം കേൾക്കട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ, ട്രംപ് ആരോ ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. തീർന്നോ? കാലം തീരാറായി, കാന്തൻ വരാറായി. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാന്മാർ? അമേരിക്കക്കാരാണ്. എല്ലാത്തിനെയും വണ്ടി കയറ്റ്. റെസിഡൻസ് വിറ്റേം, ഗ്രീൻ കാർഡ്, H1B, B1 എല്ലാത്തിനും ഇല്ലാത്ത എല്ലാത്തിനും ട്രംപ് പൊക്കാൻ പോവുക. സ്വോത്രം. ഗൾഫിൽ നിന്ന് തലമുട്ട അടിക്കുന്ന പോലെ എല്ലാത്തിനും വണ്ടി കയറ്റാൻ പോവുക. ഇന്ന് രാത്രി ആരാ അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? അല്ല. 2, ഇന്ന് രാത്രി പറ, ഗൾഫുകാരാണോ? പശ്ചിമേഷ്യ പുകയുന്നു, ദുബായ്, അബുദാബി എല്ലാം പല പ്രശ്നത്തിലും പോകുന്നു. അവിടുത്തെ എണ്ണവിലയുടെ പ്രശ്നത്തെ അവർ കുഴങ്ങുന്നു. ബജറ്റ് എങ്ങനെ പോകും? അങ്ങനെ ഇരിക്കുന്നെങ്കിൽ 2 മൂട്ടിലെ പറങ്കാമുകളിലെ റബ്ബറുള്ള തോമാച്ചാനാണോ ഭാഗ്യവാൻ? 4 മാസം പോലും വെട്ടാൻ പറ്റുന്നില്ല ചായ. ഇലയും പൊഴിഞ്ഞു, പട്ടയും പോയി, കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാന്മാർ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? ഇന്ന് രാത്രി ഹല്ലേലൂയ. ഇവിടുത്തെ റബ്ബർ തോട്ടമുള്ള പറങ്കാമുകളിലെ അച്ചായനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി ഒരു കൂട്ടം ഭാഗ്യവാന്മാർ ഇവിടെയുണ്ട്. ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി കിഴക്കേ തെരുവിനോട് ദൈവദാസനാകുന്ന ഞാൻ, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പലികൾ മുഴങ്ങാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്വോത്രം. അവൻ നിയമത്തെ മാറ്റുമോ? വായിക്കാം. ദാനിയേൽ 7:25. കറക്റ്റ് വാക്യായിരിക്കണം. സമയം ഞാൻ ക്ലിപ്തം തരാം. ദാനിയേൽ 7:25. മോൻ വായിച്ചാട്ടെ, പടപട വായിച്ചാട്ടെ. അവൻ അത്യുന്നതന് വിരോധമായി വമ്പു പറയുകയും ഏതെന്റെ പൂങ്കാവനത്തിൽ മനുഷ്യ കുടുംബത്തെ സംയോജിച്ച ദൈവത്തിന് വിരോധമായി വമ്പ് പറയുകയും. അടുത്ത വാക്ക്, അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ദാദാ ഹി വിൽ ടേക്ക് ഇൻ ദ ലാൻഡ് ഓർഡർ. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റും. എന്താണ്ട്? കാലവും കാലങ്ങളും. കാലം 7 അമ്മാമേ നോട്ട് ചെയ്യണം. പ്രവചനം. കാലാംശം 3:30 അവന്റെ കയ്യിൽ കൊടുക്കാൻ പോകും. അടുത്ത അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നു. മനസ്സിലാകുന്നവർക്കായി. ഒരിടത്ത് അത്തി തെളിക്കുമ്പോൾ മറു സൈഡിൽ ഒരുവൻ വാതിക്കലാകുന്നു. 2, ലോസ് ആഞ്ചലസിലേക്ക് വന്ന് ഇന്നത്തെ കേരളം. വായിക്കാം. ആരെ കൊല്ലും? മർക്കോസ് 13:12. മോനെടുത്ത് വായിച്ചട്ടെ. എല്ലാവരും ബൈബിൾ എടുക്കണം. മർക്കോസ് 13:12. ഇന്നത്തെ കേരളം. സഹോദരനെയും സ്വത്തിന് വേണ്ടി സഹോദരൻ സഹോദരനെ കേട്ടാട്ടെ, മകനെയും
മരണത്തിന് ഏൽപ്പിക്കും. മോൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്താട്ടെ. സ്വത്തിന് വേണ്ടി ചെത്തോങ്കര ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ അനിയനെ കൊന്നു. അമ്മാമയെ സ്വത്തിന് വേണ്ടി കാഞ്ഞിരപ്പള്ളിക്കടുത്ത് കൂവപ്പള്ളി 2 മിനിറ്റ് കടമെടുക്കുക, പെന്തിക്കോസുകാർ കേൾക്കട്ടെ. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിക്കടുത്ത് ഞാൻ ചന്തയെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അന്ന് ആരോ ലൈവ് കൊടുത്ത് ഒരു മുഖ്യ പ്രഭാഷകൻ എനിക്കെതിരെ പോസ്റ്റ് ഇട്ട ചന്തപ്രാസംഗിയനാണ്. സ്വോത്രം. നമുക്ക് ചന്ത എന്തുവാ കവല എന്തുവാ എവിടെ ആയാലും പ്രസംഗിച്ചാൽ പോരെ. യേശു അന്ന് വള്ളത്തിൽ കയറി എന്നാണ് പ്രസംഗിച്ചത്. സ്വോത്രം. പിന്നെ നമുക്ക് ചന്ത എന്താ? അത് മൊത്തം കത്തോലിക്കൽ. നല്ലൊരു അച്ചായ 87 വയസ്സുള്ള അപ്പച്ചൻ, തോമസ് സാറും കേൾക്കണം, 87 വയസ്സുള്ള അപ്പച്ചൻ, കത്തോലിക്കൽ അപ്പച്ചൻ 3 ദിവസമായിട്ട് കുടുംബമായിട്ട് പ്രസംഗം കേൾക്കാൻ വന്നു. 2-ാം ദിവസം യോഗം കഴിച്ചപ്പോൾ പുള്ളി എന്നോടൊരു സംശയം ചോദിച്ചു. ഇത്രയും കാര്യമൊക്കെ പറയുന്നത് കാഞ്ഞിരപ്പള്ളി എന്ന് പേര് വന്ന കുഞ്ഞൊന്ന് പറഞ്ഞു തരാം. സ്വോത്രം. നോഗയുടെ അളിയൻ്റെ പേരാന്നേ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാറുണ്ട്. അമ്മമ്മ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എവിടുന്ന് പേരെടുക്കാനാണ് ചാത്തന്നൂർ കിടക്കുന്നത്. ഞാൻ അദ്ദേഹം അപ്പച്ച എന്നോട് പറഞ്ഞ പാസ്റ്ററിനോട് പറയാം, പണ്ട് ഞങ്ങൾക്ക് പള്ളി വെക്കാൻ സ്ഥലമില്ലായിരുന്നു, അത് ഇച്ചിരി സ്ഥലം കിട്ടി, പൈസ ഇല്ലായിരുന്നു. പുഴയുടെ നടുവിലൊരു കാഞ്ഞിരം ഉണ്ടായിരുന്നു, ഒറ്റ വെട്ട് കോടാലി കൊണ്ട് കീറി ഓല കൊണ്ട് മറച്ച് കാഞ്ഞിരത്തിൻ്റെ പലകെ ഓലയും വെച്ച് പള്ളി ആരംഭിച്ചു. പേര് കാഞ്ഞിരപ്പള്ളി. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. IPC മുണ്ടക്കാൻ കൂട്ടിക്ക സെൻറ്ററുകാർക്കും അറിയത്തില്ല. സ്വോത്രം. ഇപ്പോൾ ഞാൻ അവിടെ പറഞ്ഞപ്പോഴും അവരും അറിഞ്ഞത്. 3-ാം ദിവസം നല്ല പ്രസംഗം ചന്തയിൽ. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ എനിക്ക് കോട്ടയത്തേക്ക് ബസ് വരും, എനിക്ക് കൊട്ടാരക്കര വണ്ടി ഇട്ടിട്ടുണ്ട്, വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറയും. കുഞ്ഞുങ്ങൾ പറഞ്ഞു പാസ്റ്റർ കൊണ്ടുവിടാം, ബൈക്കിനകത്ത് കൊണ്ടുവിടാമെന്ന് പറയും. ഞാൻ വന്നപ്പോൾ ഈ അപ്പച്ച ഓടി വന്ന അച്ചായ ഒരു കവർ എൻ്റെ തന്നു. സ്വോത്രം. 3 ദിവസം നെഞ്ച് കയറി പ്രസംഗിച്ചത്. ഇത് മേടിക്കണമെന്ന് RC റോമൻ കത്തോലിക്ക ഒരു അപ്പച്ചൻ. സ്വോത്രം. ഞാൻ പറഞ്ഞ അച്ചായ കവർ വേണ്ട അപ്പച്ച, എനിക്ക് വേണ്ടി പിള്ളേർ, പാവപ്പെട്ട പിള്ളേർ. ആ കുഞ്ഞുങ്ങളെ വിളിച്ചു. അപ്പച്ചൻ തന്നില്ലേ, കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് ഞാൻ ഈ കവർ കൊടുത്തു. ഈ കുഞ്ഞുങ്ങൾ എനിക്കൊരു വണ്ടിക്കൂലി എന്ന് എല്ലാവരും കേൾക്കണം. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ബസ് കയറി കോട്ടയത്ത് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ 12 രൂപയുടെ ചായ കുടിച്ചപ്പോൾ അതിലൊരു കൊച്ചു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവ് മഹാത്ഭുതം ചെയ്തു. ഞാൻ ചോദിച്ചു, എന്തുവാ മോനെ മഹാത്ഭുതം? അപ്പച്ചൻ്റെ കവർ 10,000. സ്വോത്രം. ഞങ്ങളുടെ കയ്യിൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് മൈക്കിന് കാശ് കൊടുക്കാമല്ല പാസ്റ്ററെ, 6,500 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നേ. ദാണ്ട പൈസ കൊടുത്തിട്ട് 3,500 രൂപ അടുത്ത കൺവെൻഷൻ്റെ ദാ കിടക്കുന്നു. കേട്ടാട്ട് ഞാൻ പോരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞാന്ന് ഇനിയും വന്ന് പ്രസംഗിക്കണോ, ആരെങ്കിലും രക്ഷിക്കപ്പെടട്ടെന്ന്. സ്വോത്രം. ഈ മെയ് മാസം ആ ചന്തയെ പ്രസംഗിക്കുന്നു. സ്വോത്രം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ബാക്കി മിണ്ടുന്നില്ല. ദൈവം പോഷന്മാർ പല സ്ഥലത്ത് ഇന്ന് കത്തോലിക്കരും ബാക്കിയുള്ളവർ പൈസ കൊടുക്കുക, യോഗം നടക്കട്ടെ, ആരെങ്കിലും രക്ഷിക്കപ്പെടട്ടെ. പണത്തിൻ്റെ മഹിമയല്ല, വചനം കേട്ടാൽ ചങ്ക് തുറന്നാൽ അവർക്കും അറിയാം ഇത് രക്ഷയുടെ സുവിശേഷം. സ്വോത്രം. മാനസാന്തരപ്പെടച്ച കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ കുടുംബം ഒരുത്തൻ 2 എണ്ണത്തിനെ കൊന്ന്. അപ്പച്ചൻ പറഞ്ഞു 40 കോടി രൂപയ്ക്ക് വേണ്ടി. മനസ്സിലാകുന്നവർക്കായി ചേട്ടൻ അനിയന്, അപ്പൻ മകന്. തിരുവനന്തപുരം മേപ്പുക്കട മലയൻകീഴ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ചെന്താമര 3 എണ്ണത്തിന് തീർന്നിട്ടും കലി തീർന്നില്ല. കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം കോഴിക്കോട് തൊട്ടിൽപ്പാലം മയക്ക് മരുന്ന് ഉപയോഗിക്കുന്ന മകൻ അമ്മയുടെ കഴുത്തറത്തു. എവിടൊക്കെയാ അറക്കുന്നത്? സ്വോത്രം. തിരുവനന്തപുരം ബാലരാമപുരത്ത് കണ്ടില്ലേ, 9 മാസം 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് ആരാധനയോ തല മൊട്ടയടിച്ച് കിണറ്റിലോട്ട് ഇട്ട് കൊടുത്ത അമ്മ. തീരാൻ പോവാ കേരളം. കർത്താവ് തമിഴ്നാട്ടിൽ ഇത്രയില്ല. അടുത്തതൂടെ കേൾക്കണം. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസങ്ങൾ കൊച്ചിൻ പെന്തക്കോസ് കൺവെൻഷൻ്റെ IPCയുടെ അലക്സാണ്ടർ പാസ്റ്റർ വീട്ടിൽ നിന്ന് ചായം കുടിച്ചിട്ടിറങ്ങി. കേൾക്കണം നിങ്ങൾ. പറഞ്ഞൊരു കാര്യമുണ്ട്. വയറ്റിലെ ഒരു പെങ്കൊച്ച് പ്രസവിച്ച കുഞ്ഞിന് അടുത്ത കാമുകന് വേണ്ടി കഴുത്ത് ഞരിച്ചിട്ട് അമ്മാമ ആമസോണിൻ്റെ കവറിനകത്ത് ചന്തമുക്കി എറിയുന്നു എറിഞ്ഞു കൊടുത്ത് വയറ്റില്ല. ബാക്കിയൂടെ കേട്ടോ. തീരാൻ പോവുക, ലോകം തീരാൻ പോവുക. അടുത്തത് കേട്ടോണം. കളമശ്ശേരി ഒരു പെൺകുട്ടിയെ ഭർത്താവ് ഉപേക്ഷിച്ചു. 1.5 വയസ്സുള്ള നല്ലൊരു ആൺകുഞ്ഞ്, ആ കുഞ്ഞുമോനിരിക്കുന്നത് പോലെ. അവന് പുതിയവൻ വന്നാൽ പറഞ്ഞ് കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ നിന്നെ എടുത്തോളാം. അവൾ കഴുത്ത് ഞെരിച്ചു. 1.5 വയസ്സുള്ള സൂര്യനെ പോലെ മുഖം പ്രകാശിക്കുന്ന കുഞ്ഞ് കഴുത്ത് ഞെരിഞ്ഞ് കളമശ്ശേരി കൊണ്ട് ചത്തുപോയി. അവിടെ പറഞ്ഞ് ഡോക്ടർമാരെടുത്ത് കഴുത്തിൻ്റെ കീഴിൽ കയറുന്നു. അവർക്ക് കാര്യം പിടി കിട്ടി. കളമശ്ശേരി പോലീസ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ വന്ന് മൂത്തവനെ തിരക്കി 2നെ അകത്താക്കി. അതിൻ്റെ ആദ്യത്തെ അപ്പന് വേണ്ടി അവർ പത്രത്തിൽ പരസ്യം കൊടുത്തു. വന്നില്ല. 1 മാസം ആ കുഞ്ഞിനെ കളമശ്ശേരി വെച്ചിരുന്നു. IPS ഓഫീസർ കൊച്ചിക്കാരൻ കേട്ടാട്ട് അദ്ദേഹം പറഞ്ഞു, ആര് ശവപ്പെട്ടി മേടിക്കണ്ട, ഞാൻ മേടിക്കാൻ ശവപ്പെട്ടി. അദ്ദേഹം കുഞ്ഞിന് ശവപ്പെട്ടി, വെള്ള ഉടുപ്പും വെള്ള നല്ലൊരു ഷോട്ട് വിട്ട് കൊടുത്തു. എന്നിട്ട് ആ ശവപ്പെട്ടിയിൽ അദ്ദേഹം എഴുതി വെച്ചൊരു സ്റ്റിക്കർ, മകനെ വിടാ. എന്നിട്ട് 3 കിലുക്കും അതിനകത്തിട്ട് തരാനൊന്നുമില്ല. ഒരു പോലീസ് ഓഫീസർ ആ കുഞ്ഞിനെ അടക്കിയത്. എവിടായി അമ്മാമേ? കേരളം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. കണ്ണിന് മുമ്പിൽ കണ്ടില്ലേ വന്ദനദാസൻ, എനിക്ക് നേരിട്ടറിയാം, മെഡിക്കൽ കോളേജായിട്ട് എനിക്ക് ബന്ധം. ആ കുഞ്ഞിനെ നരാധമൻ നിങ്ങളുടെ ജില്ലയിൽ നിങ്ങളുടെ മുറ്റത്ത് കൊട്ടാരക്കര കുത്തിയിറക്കിയത് കണ്ടില്ലയോ? അപ്പൻ മകനെയും മകൻ അപ്പനെയും കൊല്ലുന്നൊരു കാലം.
തീരാൻ പോവാ ലോകം. അടുത്തതൂടെ മോൻ വായിച്ചാട്ടെ, നിന്റെ മധ്യേ വായിച്ചാട്ടെ. അടുത്ത കൂടെ മോൻ വായിച്ചാട്ടെ. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. ആരാ? ചെങ്ങന്നൂക്കാരെ ഭാസ്കരക്കാരനവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൈസ കൊടുക്കുന്നതായിരുന്നു തോമസ് കുട്ടി സാർ. ഇതൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല, പറയുക. ഒരു അമേരിക്കക്കാരായിരുന്നു. വീട്ടിൽ വന്നൊരു പെങ്കൊച്ച കാലം മാറ്റി കഥ മാറ്റി. സ്വോത്രം അപ്പനെ റെഡിയാക്കിയില്ലേ? ആ പ്രശ്നത്തിൽ ആ കൊട്ടാരക്കരയും കേരളവും കുലുങ്ങുന്നത്. അവളും ഷെറിൻ. ബാക്കി ഞാൻ മിണ്ടുന്നില്ല, സഭയും പറയുന്നില്ല, നമുക്ക് ദോഷമാണ്. ഞാൻ മിണ്ടുന്നില്ല ദൈവദാസന്മാരെ, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് കിഴക്കേത്തെരുവിൽ അച്ഛന്മാരും അമ്മമാരും എൻ്റെ സ്നേഹിതരും എൻ്റെയും ബന്ധുക്കളും ചാർച്ചക്കാരും വീട്ടിൽ വരുന്ന പെങ്കൊച്ചുങ്ങളോട് കുഞ്ഞമ്മാമൻ മര്യാദയ്ക്ക് സംസാരിച്ചോണേ, അവറാച്ചായോ മര്യാദയ്ക്ക് സംസാരിച്ചോണം. കൊട്ടേഷൻ ടീമിൻ്റെ നമ്പറുണ്ട്, തീർത്ത് കളയും. സ്വോത്രം മനസ്സിലാക്കുന്നവർക്കായി. ചെങ്ങന്നൂർക്കാർ ഷെറിൻ. രണ്ടാമത്തെ കേട്ടോ, മലയാളം കേട്ടോ. കൊട്ടാരക്കര കൂടെ നടന്ന സംഭവം. ചെങ്ങന്നൂർ ഒരു അമേരിക്കക്കാരൻ അച്ചായൻ, മകൻ ഷെറിൻ കാർ നന്നാക്കാൻ ടയോട്ടയിൽ പോയി. നടന്ന സംഭവം. തിരിച്ചു പോയി കൊട്ടാരക്കരയെന്ന വടക്ക് സ്വത്തിന് അടൂ ചെന്നപ്പം കഴുത്ത് ഞെരിച്ചു. പന്തളത്ത് വെച്ച് വെട്ടി. കഴുത്തവിടെ പത്തനംതിട്ട, കൈകാലുകൾ കോട്ടയത്ത് മീനച്ചിലാറ്റിൽ. മലയാളി ഷെറിൻ. ആ പയ്യൻ അവസാനം പോലീസിന് കിടി. ഇപ്പോഴും അവൻ അവിടെ കിടപ്പുണ്ട്. എവിടെ കിടക്കുന്ന അമ്മാമ്മേ? ബാക്കി കടയോ? ആ ഡെഡ് ബോഡി ചെങ്ങന്നൂർ ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛൻ, എൻ്റെ സുഹൃത്ത്, അച്ഛൻ പറഞ്ഞ പാസ്റ്ററേ അകത്ത് കയറ്റിയില്ല, എല്ലാം കൂടെ നുള്ളിപ്പറക്കി കുഴി കൊണ്ട് അടക്കിയെന്ന്. എവിടെ മരായി കേരളം. അപ്പനെ സ്വത്തിന് വേണ്ടി കൈകാര്യം ചെയ്തു. തിരുവനന്തപുരം ടെക്നോ പാർക്ക് അനുശാന്തി ജയിൽ ഐ ജി എൻ്റെ സുഹൃത്താവ് എന്നോട് പറഞ്ഞുകൊണ്ട് 9 മാസവും 9 ദിവസവും 9 വിനാടിയും കാമുകൻ നിനോ മാത്യുവിന് വേണ്ടി 3.5 വയസ്സുള്ള കുഞ്ഞിനെ കൊട്ടേഷൻ കൊടുത്ത കേരളക്കാരി അനുശാന്തി കണ്ണിൻ്റെ കാഴ്ച പോയി കിടക്കുന്നു. കാമുകൻ 34 വർഷം തടവ്. നല്ല കാലം ആയോ അച്ഛാ? തീർന്നില്ല. അടുത്തത് പത്തനംതിട്ട പോക്സോ. എടാ എവിടം വരെ എത്തി കേരളം? എവിടം വരെ എത്തി മക്കളെ? വായിക്കാൻ മോനെ. യെശയ്യാ പ്രവചനം 3:12. കേരളത്തിലെ സംഭവങ്ങൾ. എന്റെ ജനമോ കുട്ടികളെ പീഡിപ്പിക്കുന്നു, കിടക്കുന്ന കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു. കേരള പോലീസിന്റെ റിപ്പോർട്ട് ഞാൻ പരസ്യമായിട്ട് പറയാം. 896 കേസുകൾ കഴിഞ്ഞ 2 വർഷമായി പോക്സോ അല്ലെങ്കിൽ പോസ്കോ ചോദ്യം. തോട്ടമുക്കി ചെന്ന അഡ്വക്കേറ്റോരോട് ചോദിച്ചു. ഞാൻ ഇവിടെ പഠിച്ചവൻ, എൻ്റെ സുഹൃത്തുക്കളെ അവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റന്മാർ മുഴുവൻ നിങ്ങൾക്കറിയാം. അത് ഞാൻ പറഞ്ഞുതരാം. ചോദ്യം 896 കേസാ പോക്സോ. എൻ്റെ ജനമോ അന്ത്യകാലം കുട്ടികൾ. പത്തനംതിട്ട വായിക്കാൻ കൊള്ളാവുന്ന വാർത്തയാണോ? 64 അമ്മമ്മയെ മിണ്ടുന്നില്ല. അപ്പൻ്റെയിലും അമ്മയുടെയിലും കുഴപ്പമുണ്ട്. മൊബൈലും കൊടുത്ത് ആരെയും കുറ്റം പറയുന്നില്ല. അടുത്ത വാക്കാ ഹേമ കമ്മിറ്റി. പിണറായി വിജയനെ കുറ്റം പറയുന്നത് പുറത്ത് വിട്ടാൽ കേരളം ഞെട്ടും. അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. സ്ത്രീകൾ അവരെ വാഴുന്നു. കിടക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സീരിയൽ താരങ്ങൾ, സിനിമാ താരങ്ങൾ ചെന്ന് പറഞ്ഞൊരു കാര്യം വായിച്ചൊരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, പാസ്റ്ററേ സ്വന്തം പദവിക്ക് വേണ്ടി മക്കളെ വിറ്റ് കാശാക്കുന്ന കേരളത്തിലെ അമ്മമാർ. അതുകൊണ്ടാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും. നടികളും താരങ്ങളും മൊഴി കൊടുത്തത് വീടിന് വേണ്ടി, പണത്തിന് വേണ്ടി 9 മാസവും 9 വിനാടിയെ നൊന്ത് പ്രസവിച്ച് പെമ്പക്കളെ വിറ്റ് കാശാക്കുന്ന കേരളം തീരാൻ പോവുക. കർത്താവ് വടിയെടുക്കാൻ പോവുക. അതുകൊണ്ട് എന്താ പൗലോസ് പറഞ്ഞത്? വായിക്കാം. എഫേസ്യർ 5:15-16. പെന്തിക്കോസ്തുകാർ തീർത്താട്ട് കർത്താവ് ഈ തലമുറയിൽ വരാൻ പോകുന്നു. വായിക്കാം. എഫേസ്യർ 5:15-16. മോനെ വായിച്ചാട്ട്. സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല നടപ്പാൻ നോക്കുവിൻ. അടുത്തത് ഇത് ദുഷ്കാലമാകയാ. കരമുയരുന്നില്ലല്ലോ. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. കുര്യാനൻ മുഗളുകാരുടെ ഭാഷ എന്ന് ദൈവദാസനാകത്ത് ഞാൻ പറയുന്നു. കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ വടകോട്ട ചിന്നമാമ 10 പിച്ചാത്തി എടുക്കാൻ പോകത്തില്ല. അരകല്ലയിൽ ഇരിക്കുന്ന കൊച്ചു പിച്ചാത്തി എടുത്ത് വിടവിൽ കൂടി എറിയുന്നത് പോലെ ഈ ലോകത്തെ കർത്താവ് തീർക്കാൻ കാലമാ. ഇന്ന് രാത്രി പറ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കിഴക്കേ തെരുവ് ഇതാകുന്നു രക്ഷാ ദിവസം. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി പുണ്യ സ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തേണ്ട. ഡെസ്റ്റിനേഷൻ ആർ യു ഹെഡ് ദ വേസ്. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, അവൻ രാജാതിരാജാവായി മടങ്ങി വരുന്നു. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്താൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം. അടയാളം എന്താ? തീ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തവനടുക്ക വാതിൽക്കൽ. അങ്ങനെയെങ്കിൽ ലോസ് ആഞ്ചലസിൽ എന്താ? ലോസ് ആഞ്ചലസിൽ ആകാശത്ത് നിന്ന് തീ. എല്ലാവരും കേട്ടാട്ടെ. 2025 ജനുവരി മാസം 5-ാം തീയതി ഹോളിവുഡിനകത്ത് താരനിശ, നമ്മുടെ ഫിലിം നൈറ്റ്. അന്ന് 2 പെങ്കൊച്ചുങ്ങൾ സ്റ്റാൻഡേർഡ് കുറവാ, ചുട്ടിപ്പാവാടെ ഉടുത്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു.
ഹൂ ഈസ് സേ ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗാഡ്. ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാം +2 CBSE ICSE, അതുകൊണ്ടാണ് ഇംഗ്ലീഷോട് റെഫർ ചെയ്യുന്നത്. ആരാ പറഞ്ഞ ദൈവം ആ ഭൂമിയെ ഉണ്ടാക്കിയെന്ന്? സ്വോത്രം. എന്നിട്ട് ഈ 2 പെങ്കുച്ചുങ്ങൾ പറഞ്ഞ അച്ഛാ, ഗോഡ് ഈസ് നോട്ട് ക്രിയേറ്റഡ് യൂണിവേഴ്സ്, ദാറ്റ് ഈസ് എ ഫിനോമിന. ഇതൊരു പ്രതിഭാസ ഭൂമിന്ന്. 48 മണിക്കൂർ കഴിഞ്ഞില്ല അമ്മാമ്മേ, ആകാശത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് തീയിറങ്ങി. അമേരിക്ക ഇന്ന് രാത്രി കേൾക്കണം, 48,000 ഏക്കറാണ് കത്തിയത്. സ്വോത്രം. 25,500 വീടുകളാണ് കത്തിപ്പോയത്. 28 സിനിമാ താരങ്ങളാണ് മരിച്ചത്. 10 പേര് വെന്ത് 38 പേര് അമേരിക്ക മരിച്ചത്. അവസാന രക്ഷ എവിടെ? ഇസ്രയേലിൻ്റെ സ്കൂപ്പർ വിമാനം. ഇന്ന് രാത്രി നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ. ക്ലിയറായോ? ആകാശത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് സായം സന്ധ്യയിൽ 2 ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിൽ, അബ്രഹാമിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞാൻ കൊട്ടാരക്കരെ നോക്കുക, 50 വിശ്വാസമുണ്ടോ? ക്യാമറ 10 ഇല്ല, 2 ഇല്ല. പിന്നെ അവൻ പണ്ട് പള്ളി വന്ന് കൈ അടിച്ചുകൊണ്ട് അബ്രഹാമിന് ഇവിടെ നിന്നുണ്ട്. ലോത്തിനോട് പറഞ്ഞു, അവിടാണ് ഈ സ്വർഗ വിഭാഗം. അവിടെ 2 ദൂതന്മാർ ചെന്നപ്പോൾ ലോത്തിൻ്റെ വീട്ടിൻ്റെ അതൊക്കെ നാട്ടുകാർ കൂടി, ഗേയ്, ലെസ്ബിയൻ. ലോത്ത് പറഞ്ഞ, അച്ചായ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്, കല്യാണം കഴിക്കാത്ത 2 പിള്ളേരുണ്ട്, ഞാൻ തരാം. ലോത്തിന് കാര്യം പിടികിട്ടി. നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ വന്നിട്ടുണ്ട്, ആയൂരും വന്നു, കുമ്പനാട് സ്റ്റാളിലും ഒക്കെ നിന്നതാ. ലോത്തിന് കാര്യം പിടിയിട്ട് പെങ്കൊച്ചുങ്ങളോടും അമ്മാമ്മയോടും പറഞ്ഞു, പെട്ടെന്ന് തയ്യാറാക്കിക്കോളാം. ദൈവതന്മാർ പറഞ്ഞു, പർവ്വതത്തിലേക്ക് ഓടണം, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞു നോക്കരുത്. നാടൻ മലയാൾ. കുഞ്ഞുങ്ങൾ ചുരിദാറൊക്കെ റെഡിയാക്കി. അമ്മാമ്മയ്ക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ തന്നെ പറയാം, വിജയാസിന്ന് മേടിച്ച് ഐസ്ക്രീം മേശപ്പുറത്തിരിക്കുകയായിരുന്നു. സന്തോഷമില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നക്കിക്കൊണ്ടിരുന്ന സ്വോത്രം. അതിനെ കുക്കറിനകത്ത് 10 ചിക്കൻ കാലുണ്ടായിരുന്നു. നല്ല 65 ഉണ്ടാക്കാൻ 3 വിസിലായുള്ളൂ. അത് കഴിഞ്ഞ് നല്ല സാരി മേടിച്ചിരുന്നത്, നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ ഉടുക്കാൻ ഇങ്ങനെ നല്ലതുപോലെ സ്പ്രേ അടിച്ചിരുന്നത്. 4 ഒരു നല്ല ആപ്പിളിൻ്റെ മൊബൈൽ കിട്ടി. ഇപ്പോൾ വൈഫൈ വഴി റൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഓട്ടം മുമ്പോട്ട്, നോട്ടം പുറകോട്ട്. ലോത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു. സ്വോത്രം. എവിടം വരെ എത്തി? സോബേറിൻ്റെ മതിലെത്തി. അമ്മാമയ്ക്ക് വിടണമെന്നുണ്ടായിരുന്നു, സ്വോതവും വിട്ടില്ല. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. പ്രസംഗത്തിൻ്റെ 1-ാം ഭാഗം. ലോത്തിനെയും കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ ദൂതന്മാർ സോവേറിനകത്തിറക്കിയതിന് ശേഷമാണ് ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ ക്ലിയറായിരിക്കണം വചനം. ഇവിടുന്ന് ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ആര്? യേശുവിൻ്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി വചനം. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ സാമ്പിൾ തുടങ്ങിയ അമ്മാമേ, അമേരിക്കയ്ക്കകത്ത് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും ഒഴിവാക്കി സോവേറിൽ കൊണ്ടുപോയതുപോലെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരാറായി. അമേരിക്ക തീ ഇറങ്ങൂ. കൊട്ടാരക്കരയും അടൂരം വിടുതലല്ല, ആശീർവാദമല്ല. തീ ഇറക്കാൻ ദൈവത്തിൻ്റെ കൈ ആയുധശാലയുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആകാശത്തിന് 7 തട്ട്: സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, മിസോസ്ഫിയർ, എക്സോസ്ഫിയർ. ലോത്തിൻ്റെ കാലത്ത് കർത്താവ് തീയെടുത്തത് എവിടുന്ന? അമേരിക്ക എന്നല്ല, ഇന്ത്യ എന്നല്ല. അവൻ്റെ ആയുധശാല സാമ്പിൾ അമേരിക്കയെ തുടങ്ങുമെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ദൈവം ആര്? വായിക്കാൻ മോനെ എബ്രായ ലേഖനം 12:29. ബൈബിൾ എടുത്താട്ടെ. ഇതാ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. കരമുയർത്തുന്നവർക്കായി അനുഗ്രഹത്തിനകത്ര അപ്പുറമേരിക്കൽ തീയിറങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും ഉണ്ടാകും. ഇന്ന് രാത്രി അതിനു മുമ്പ് കിഴക്കേ തെരുവിൽ ഒരു കൂട്ടം എടുക്കപ്പെടും. 3 വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും. നല്ലൊരു വീട്, കുര്യാനൻ മുകൾ വടകോട് റോഡ്. എല്ലാവരും കേട്ടാട്ടെ. അതിനകത്തൊരു ചെറുപ്പക്കാരന് ചെറുപ്പക്കാരി, 38 വയസ്സ് അദ്ദേഹത്തിന്. അദ്ദേഹം ഗൾഫിൽ നിന്ന് മടങ്ങി, ഭാര്യയും മടങ്ങി, 36 മക്കളിൽ. അനവധി ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടി. ഇന്ന് ചെറുപ്പക്കാരന് 42, സഹോദരിക്ക് 40, 2 വയസ്സുള്ള ആൺകുട്ടി, കറുത്ത കുറ്റി. എന്നാലും നല്ല പ്രിയ മകൻ, വീട്, കാറ്, കമ്പ്യൂട്ടർ. എല്ലാവരും കേൾക്കണം, ആരെയും ദുഃഖിപ്പിക്കാനല്ല. ഒരു ദിവസം അവർ ഉച്ചയ്ക്ക് കിടന്നുറങ്ങി. അപ്പനും അമ്മയും കുഞ്ഞും ഒരു ബെഡിനകത്ത്. 3:30 മണിക്ക് അവർ എഴുന്നേറ്റു. കുഞ്ഞ്, കറുത്ത കുഞ്ഞ്, അവർ തലയണ ചേർത്ത് വെച്ചു. അവർ പറഞ്ഞു, തൊട്ടടുത്ത് നമ്മുടെ റബ്ബറൊക്കെ ഉണ്ടെന്ന്, വെള്ളമടിച്ചിട്ട് വരാം. 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ കുഞ്ഞുണരും. അപ്പനും അമ്മയും പോയി, ചെറുപ്പക്കാരനും പോയി. എവിടെ ചെന്ന് വെള്ളമടിച്ചു. 15 മിനിറ്റ്സ്. ഒരു ശബ്ദം കേട്ടു, പോക. ഹോസ് കളഞ്ഞോടി വന്നു. കണ്ടത് വീടിന്
വീടിന് മുറ്റും ഷോർട്ട് സർക്യൂട്ട്. ചെറുപ്പക്കാരി അങ്ങോട്ട് ചെന്നു. നാട്ടുകാർ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ടാ, കയറല്ലേ, നിങ്ങൾ മരിച്ചു പോകും. ചെറുപ്പക്കാരും പറഞ്ഞു ഞങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ ഒരു കുഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവർ പോകും, നാട്ടുകാർ പിടിച്ചു മാറ്റും. ലാസ്റ്റ് അവർ കരം കൊടുത്ത് പറഞ്ഞു ആരൊക്കെ ഞങ്ങളെ തള്ളിയാലും ഞങ്ങൾ ഇതിനകത്ത് കയറും. കത്തുന്ന വീട്ടിനകത്ത് അമ്മാമ ഓടിക്കയറി 2 വയസ്സുള്ള കറുത്ത കൊച്ചിനെ വാരിയെടുത്തു, ശരീരത്തിൽ പൊള്ളൽ. എന്നിട്ട് പുറത്തിറങ്ങി ഒരു കാര്യം പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടി വേണ്ടയോ. ഓ എനിക്ക് ദാഹിക്കുന്നു, സകലത നിവർത്തിയായി. നാഥൻ്റെ മുടിരോമങ്ങൾ പിച്ചു ചിന്തി ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളിയുടെ കയ്യിൽ കൊടുത്തു. എൻ്റെ യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി 5.5 ലിറ്റർ രക്തമൊഴിയെങ്കിൽ ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ കാന്തൻ വരാറായി. അമേരിക്ക ലോസ് ആഞ്ചലസിൽ തീ ഇറങ്ങിയതുപോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി. അതിൻ്റെ നടുവിൽ വചനപ്രകാരം ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന രൂപത്തിൽ രൂപാന്തരപ്പെടാറായി. ലോർഡ് ജീസസ്, the precious moment, the convention day. 2 കാര്യം കൂടെ. വെള്ളറടയിലെ കൊലപാതകം, 15 മിനിറ്റ് ആരാധന. വായിക്കാൻ മനെ വെളിപ്പാട് 13:15. അതുകൂടെ പറയുമ്പോൾ നിർത്താം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതില്ല. അവിടെ നിൽക്കട്ടെ, എല്ലാവരും കേട്ടാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. കുഞ്ഞുങ്ങൾ കേൾക്കണം, നിങ്ങൾക്ക് വേണ്ടിയാ. താണ്ടേ മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. 2017 വന്ന ഒരു പെൺകുട്ടിയാണ്, സൗദിക്കാരി സോഫിയ റോബർട്ട്. കണ്ടാട്ടെ, അവളിപ്പം വേഷം മാറി. ഞങ്ങളിപ്പോൾ ഉപദേശമാർ പറയുമല്ലോ ലെവൽ മാറിയെന്ന്. ചാറ്റ് GPT ഗ്രോക്ക് സാരിയൊക്കെ കൊടുത്തു. സ്വോത്രം. 3 നമ്മുടെ കിഴക്കേത്തെരുവിലെ കുഞ്ഞച്ച 30 വർഷം സൗദിയിൽ നിന്ന് വിസയും കിട്ടിയില്ല, പാസ്പോർട്ടും കിട്ടിയില്ല. ദാ സോഫിയയ്ക്ക് പാസ്പോർട്ടും കൊടുത്ത് പൗരത്വം. ദാ കണ്ടോ സ്വോത്രം മക്കളെ. 4 പിള്ളേരെല്ലാം കാണണം. ഈ കഴിഞ്ഞ ദിവസം അവൾ പാപ്പനംകോട് എഞ്ചിനീയറിംഗ് വന്നായിരുന്നു. മാതൃഭൂമിക്കാരാണ് എടുത്തത്. മാതൃഭൂമിയുടെ ലേഖി അവളോട് ചോദിച്ചു സോഫിയയ്ക്ക് എന്തോ ഇഷ്ടം, കല്യാണം കഴിക്കണമെന്ന്. കുശുബൂൻ്റെ കണക്ക് കണ്ണാടിയും വെച്ച്. സ്വോത്രം. തീരാറായി അമ്മാമയെ കണ്ടോ. ഇതെല്ലാം ഓൺലൈനിൽ കാണിച്ചോ. സ്വോത്രം. 5ാമത്തെ കാര്യം റോബോട്ട്. വട്ടിയൂർക്കാവുകാരി വ്യോമമിത്ര, എവളാ ബാംഗ്ലൂർ ISRO നിയന്ത്രിക്കുന്നത്. വ്യോമമിത്ര റോബോട്ട്. തീർന്നില്ല, ബാക്കി റോബോട്ട് കേൾക്കണം. ഈ കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, പിന്നെ ഇവാഞ്ചലിക്കൽ ചർച്ച്. പാസ്റ്ററായിട്ട് റോബോട്ട്, ഇടിവെട്ട് പ്രസംഗം. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാർജ് പോയി. എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് പ്ലഗിനകത്ത് കൊണ്ട് കുത്തി. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. 2 അടുത്ത കേൾക്കണം. എരുശലേം ദൈവാലയത്തിൽ വരാൻ പോവാ. സ്വിറ്റ്സർലൻഡിൽ കത്തോലിക്ക പള്ളി. രാവിലെ കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ ജീസസ് ഭയങ്കര ജനം, കർത്താവ് കുമ്പസാരിക്കാൻ വന്നു. ജീസസ് പറഞ്ഞു ഐ ആം നോ ജീസസ്, ഐ ആം ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. താടി വെച്ചപ്പോൾ സ്വോത്രം. അവൻ്റെ മൂത്ത ചേട്ടനാ വരാൻ പോകുമ്പോൾ സ്വപ്നയുടെ സ്വർണ്ണം കാണാതെ ഇതൊക്കെ അങ്ങോട്ട് നോക്ക്, മൊബൈലിനകത്ത് കാണാം. സ്വോത്രം. അതിനകത്ത് ക്ലിയർ കാണാം. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ റോബോട്ടില്ല, വൈഫൈ ഇല്ല, റൂട്ടറില്ല, കമ്പ്യൂട്ടറില്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൻ്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗം പറഞ്ഞു മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി കിഴക്കേ തെരുവിൽ ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പറയാം, വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. കിഴക്കേ തെരുവേ കുര്യാനൻ മകള് യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? സ്വോത്രം. നമ്പർ 1 ഇന്റർനെറ്റ് മർഡർ, കുഞ്ഞുങ്ങൾ കൊലപാതകം. അതുകൂടെ പറയുമ്പോൾ നിർത്തും. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിന്. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ആത്മാവ്, അതാ സയന്റിഫിക് വേർഡ്. CS കമ്പ്യൂട്ടർ സ്റ്റുഡൻസ്, അതിൻ്റെ പേരാ ബ്ലൂ ബ്രെയിൻ. ഇനി ബാക്കി കേൾക്കണം, എല്ലാവരും കേൾക്കണം. നേരത്തെ ഒരു കളി ഇവിടെ വന്നായിരുന്നു, അതിൻ്റെ പേരാ ബ്ലൂ വെയിൽ. അത് മാറ്റി ഇപ്പോഴും കളിയുണ്ട്. രാത്രി അന്നമാമ ചായ ഇടുമ്പോൾ കുഞ്ഞ് പറയും വെക്കടാ വെടി എന്ന്. 2 മൂട്ടിലെ തോമാച്ചാനെ വെടിവെക്കാനല്ല, അടുത്ത കളി വന്നിട്ടുണ്ട് PUBG. കുഞ്ഞുങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. ചിരിക്കേണ്ട സ്വോത്രം. ഇതെല്ലാം സാത്താൻ്റെ കളിയാണ്. പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവർക്ക് കൊല്ലിക്കേണ്ടതിന് ആത്മാവിന് അധികാരം. വെള്ളറടയിലേക്ക് പോവുക. ജോസേട്ടൻ്റെ പ്രസംഗം കേൾക്കുന്നവരായിരുന്നു. പുള്ളി മരിച്ച കഥയും പറയും. ചാനലിൽ പറയുന്നതിലെല്ലാം നേരെ പറഞ്ഞുതരാം. ഇന്ന് രാത്രി എന്തിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കും? അതിൻ്റെ പേരാ ബ്ലൂ ബ്രെയിൻ. മനസ്സിലാകുന്നവർക്കായി ഇൻ്റർനെറ്റ് മർഡർ. സാത്താൻ്റെ ഇഷ്ടമെന്താ? ഏറ്റവും നിർണായകമായ ആരാധന. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ദുരാസു സമഭൂമിയിൽ വന്നപ്പോൾ
നെബൂഖദ്നേസർ പറഞ്ഞു ഒന്ന് വണങ്ങിയേക്കാം. സ്വോത്രാഴ്ചയല്ല, യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി എന്താ പറഞ്ഞെന്നറിയാമോ? ഒന്ന് വണങ്ങിയേക്കാൻ. അങ്ങനെയെങ്കിൽ ഇതാ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും വരാൻ പോകുന്ന കാലം. ഇൻ്റർനെറ്റ് മർഡർ. നമ്മുടെ തൂലികയുടെ ലാപ്ടോപ്പ് അവിടെ ഇരിപ്പുണ്ട്, ഇവിടെ പാടുന്ന മോൻ്റെ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. നല്ല കാര്യം, ദയവായിട്ടാണ് നിങ്ങളെല്ലാം കൊണ്ട് നിർത്തിയത്. സ്വോത്രം. ഇന്ന് രാത്രി ഒരു ലാപ്ടോപ്പിന് 5 ഘടകമുണ്ട്. 1 മൈക്രോ പ്രോസസ്സർ, 2 കീപാഡ്, അടി ലിഥിയം ബാറ്ററി, ലെബനോനൂടെ പറയാം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ആ സ്ക്രീനുണ്ട്, സൈഡ് ഇതാ ഈ മൈന്യൂട്ട് ബൾബുണ്ട്. ഇതാ പൊട്ടുന്നത്. എല്ലാവരും കേട്ടാട്ട്. ഇന്ന് രാത്രി ഞാനും താബോർ വോയിസിൽ ഞങ്ങളുടെ സഹോദരനും കുഞ്ഞുങ്ങളും പാടുമ്പോൾ ശബ്ദം കൂടിയാൽ ഈ ഇവിടെ അല്ല കുഴപ്പം, താഴെ ആംപ്ലിഫയർ അപ്പുറത്തിരിപ്പുണ്ട്, അവൻ അങ്ങ് പുകയും. അതുപോലെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? ബാക്കി കേൾക്കണം. ഇൻ്റർനെറ്റ് മർഡർ. പറയാം, ഇന്ന് രാത്രി കിഴക്കേ തെരുവിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ചെന്നൈയിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പം. അവൻ രാത്രി ചില കാര്യങ്ങൾ പറയും, അവൾ അനുസരിക്കത്തില്ല. അവളുടെ വാട്സപ്പ് മെയിൽ ഐ ഡി അവൻ്റെ കയ്യിലുണ്ട്. അവൻ അയക്കുന്ന മെസ്സേജിൻ്റെ പേര് വൈറസ് മെസ്സേജ് വിത്ത് എക്സ്പ്ലോസീവ്, അഥവാ സ്ട്രൈക്ക് മെസ്സേജ്. അതിങ്ങോട്ട് വന്നാൽ സിസ്റ്റം ചൂടാവും, അപ്പോൾ ലിഥിയം ബാറ്ററി ഷോർട്ടാകും, അപ്പോൾ സ്ക്രീൻ പൊട്ടും, മനുഷ്യൻ മരിക്കും. നമ്പർ 1 തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന മോൾ 8 വയസ്സുകാരി മൊബൈൽ പൊട്ടിത്തെറിച്ചു മരിച്ചു. അടൂരിൽ ചെറുപ്പക്കാരൻ്റെ മൊബൈൽ പൊട്ടി. കോവളത്ത് മൊബൈൽ പൊട്ടി. കർണാടക തുംകൂരിൽ പെട്രോൾ അടിക്കാമെന്ന് പെങ്കൊച്ച് മൊബൈൽ എടുത്ത് സംസാരിച്ചു. പെട്രോൾ പമ്പിന് തീ പിടിച്ചു. ചന്തമുക്കിലുമുണ്ട്, പുലമനിലുമുണ്ട് പെട്രോൾ പമ്പ്. തോമസ് കുട്ടി സാർ പോകുമ്പോൾ യേശു വരാൻ കാലമായെന്നല്ല എഴുതിയേക്കുന്നത്. സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. സന്തോഷമില്ലല്ലോ സ്വോത്ര? ആരും കണ്ടില്ലല്ലോ മാമ, മരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. സ്വോത്രം. ഇതെല്ലാം കേട്ടാട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ വിഷയമല്ല, നിങ്ങൾ സംസാരിച്ച കൊട്ടാരക്കര തീകോളാകും. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ദാണ്ട് തെളിവ് ക്ലിയർ ആയിരിക്കണം. ഞാൻ പോയിട്ട് ശുപാർശ വിളിക്കരുത്. ബാറ്ററി പൊട്ടിത്തെറിച്ച സാംസങ് 7 ഗാലക്സി നിർത്തി. ക്ലിയറായോ? എങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? ബാക്കി കേൾക്കണം. 2 ഭാഗം കൂടെ പറഞ്ഞ് പാട്ടുപാടി നിർത്തും. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. തൊടുപുഴക്കാരൻ IBM-നകത്ത് ദാണ്ട് ഇസ്രായേലിനകത്ത് റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. തൊടുപുഴക്കാരൻ IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ മനോരമ ഇരിപ്പുണ്ട്. ബാക്കിയൂടെ പറയുന്ന എല്ലാം കേട്ടോണം. ഈ റോബോട്ടിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാ ജെഫ്രി ഹിണ്ടൻ. അദ്ദേഹം എവിടെ പോയെന്നറിയാമോ? ഓടി കാനഡയിൽ പോയി. ഇന്ന് കാനഡയിൽ പോയി ജെഫ്രി ഹിണ്ടനെ ഇൻ്റർവ്യൂ ചെയ്ത മനോരമയുടെ ജോണി ലൂക്കോസ്. അന്നാ നിങ്ങളുടെ വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, 30 വർഷത്തിനകം നിയന്ത്രിത മനുഷ്യനെ കൊല്ലും. AI വാട്സപ്പിൽ കിടപ്പുണ്ട്. കിടക്കുന്നത് ഇതാ മനോരമ. ദൈവമാകുമോ നിർമ്മിത ബുദ്ധി. കിടക്കുന്നത് മനോരമക്കാരെ 5 വർഷം മനോരമ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൊച്ചിയിലൊരു കോൺക്ലേവ് തന്നു. അതിനകത്ത് എൻ്റെ സുഹൃത്ത് കൂടിയ ADGP മനോജ് അബ്രഹാം. നിങ്ങളുടെ വീട്ടിനകത്ത് മനോരമ അകത്ത് കിടപ്പുണ്ട്. ഇനി വരുന്നത് ആറ്റം യുദ്ധമല്ല, സൈബർ യുദ്ധം. ശ്രദ്ധിക്കുക. വായിക്കണം. അല്ലാതെ തോമാച്ചാനും കുഞ്ഞമ്മാമ്മ ഒളിച്ചോടിയത് വായിക്കാതെ ഇത് വായിരുമോളെ പഠിപ്പറയല്ലോ. സ്വോത്രം. ബാക്കിയുണ്ട്. ഇതെല്ലാം അതിനകത്തുണ്ട്. മനോജ് അബ്രഹാം കൊടുത്തിരിക്കുന്നത് വരാൻ പോകുന്ന സൈബർ യുദ്ധം. അന്ത്യദിനം. ഇൻ്റർനെറ്റ് മനുഷ്യനെ കൊല്ലും. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ ഇന്നാൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് പല സ്ഥലത്ത് വന്ന് കൈ ലാപ്ടോപ്പ് ഉണ്ടോ? ഭായിയോ ബഹനോ വന്ദൻ ഒറ്റ പോക്ക്. നമ്പർ 1 സ്വോത്രം. 2 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നാളെ എവിടെ പോയെന്നറിയാം? അമേരിക്കയിൽ പോയി. നമ്മുടെ TPM-ൽ കൊട്ടാരക്കരത്തെ മൂപ്പനേക്കാളും നല്ല വെള്ള ഉടുപ്പും വെള്ളമുണ്ട്. കൈക്കകത്ത് ലാപ്ടോപ്പും ഇല്ല, ടാബും ഇല്ല. സന്തോഷമില്ലല്ലോ സ്വോത്രം. മനസ്സിലാക്കുന്നവർക്ക് പുള്ളിക്കറിയാം. അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം ഇനി വരത്തില്ല, ഇത് അവസാന വരവ്. അതുകൊണ്ടൊക്കെ പറയാം. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ദാണ്ട് ഈ പേപ്പറുമായിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഞങ്ങളുടെ ഉപദേശിമാരുടെ ലെവൽ മാറി. തോമസ് കുട്ടി സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ബൈബിളുമായിട്ട് ഒരെണ്ണം സ്റ്റേജിൽ കയറത്തില്ല. പച്ചയ്ക്ക് പറയുമോ? സ്വോത്രം. ഇന്ന് രാത്രി പെന്തിക്കോസുകാരോട് ഇവിടെ വന്ന് ആരോ ചായ തന്ന്, ദൈവദാസൻ ചായ തന്ന് 2 ഗ്ലാസ് കുടിച്ച് ആ ഉഷാറിലാണ് പ്രസംഗിക്കുന്നത്. അടുത്ത ചായ ശരിയായിക്കോണം. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. ആരൊക്കെയോ അപ്പച്ചന്മാർ നെഞ്ച് കീറി കരഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു പെയ്ത്തോമ് ഇങ്ങനൊരു കൺവെൻഷൻ ഗ്രൗണ്ട് മഹാദൈവം തന്നു. സന്തോഷമില്ലല്ലോ പെന്തിക്കോസുകാർക്ക്? ആരാടൊക്കെ കണ്ണീരാ. അന്ന് അവർ ഉയർത്തിയത് ആ മോനെ ഈ വചനം. 4G 5G വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാ. മനസ്സിലാക്കി തരാം. 4G 5G വന്നാലും നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ഏൽപ്പിച്ച ഈ വചനത്തെ മറക്കരുത്. കിഴക്കേ തെരുവ് ഞാൻ പറയുക. 4G വരട്ടെ, ടാബ് വരട്ടെ, കമ്പ്യൂട്ടർ വരട്ടെ, ഇന്ന് രാത്രി വിളിച്ച് പറയാച്ചായ ഇത് തുറക്കുന്നത് ഒരു സന്തോഷമില്ലേ അമ്മാമ്മ? ഇതിൽ നിന്നൊരു സന്തോഷം, ഒരു സങ്കീർത്തനം വായിക്കുന്ന ഹൃദയത്തിൻ്റെ നിറവല്ലിയും ഇതൊന്ന് കരങ്ങളിലെടുക്കുമ്പോൾ ഒരാശ്വാസമല്ലേ? ഓത്രം. നാളെ ഒരു പെന്തിക്കോസിൻ്റെ നേതാവ് കല്യാണത്തിന്
ബൈബിൾ കൊണ്ടുവരാം. അന്നേരം ആരാണ്ട് പറയും സജു ചാത്തന്നൂരാ പ്രസംഗിക്കുന്നത്. പുള്ളി രഹസ്യമായിട്ട് എന്നോട് പറയാം, എൻ്റെ പേര് പറയല്ലേ, ബൈബിൾ എടുക്കാൻ മറന്നുപോയി അന്ന്. സ്വോത്രം. ഞാൻ പറയും സ്റ്റേജിൽ കൂടെ മിണ്ടത്തില്ല, ആളുടെ പേരൊന്നും ഞാൻ പറയത്തില്ല. സ്വോത്രം. അവിടെ ദൈവദാസന്മാരോട് പറയാം ടാബൊക്കെ കൊണ്ടു, പക്ഷേ ഇത് കാണണം, ഞാൻ ആളുടെ പേര് പറയത്തില്ല. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി എൻ്റെ പ്രിയ മക്കളെ, ഇന്ന് രാത്രി ഞാൻ മടങ്ങിപ്പോയാലും നമ്മുടെ സുവിശേഷ യോഗത്തിന്, നമ്മുടെ സഭായോഗത്തിന് എപ്പോഴും നമ്മുടെ കയ്യിൽ ഈ തിരുവചനം ഉണ്ടായിരിക്കണം. ഇതാ നമ്മളെ ഇവിടം വരെ എത്തിച്ചത്, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചത് ഈ തിരുവചനമാണ്. വിദേശ രാജ്യത്ത് നമ്മളെ മക്കളെ എത്തിച്ചത് ഈ തിരുവചനമാണ്. നമുക്കൊരു 2 നില വീട് തന്നത് ഈ കണ്ണുനീരും ഈ വചനമാണ്. അതുകൊണ്ട് മടങ്ങി വരിക. തൻ്റെ ജന താഴ്മയോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായെങ്കിൽ പണ്ടത്തെ പോലൊരു ശുഭകാലം നമുക്ക് കൊട്ടാരക്കരയിൽ തരുവാൻ മഹാദൈവം വിശ്വസ്തൻ. സ്വോത്രം. ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറയാം. കൊട്ടാരക്കര SP ഇവിടെ വന്നിട്ട് ടാബ് കുത്തത്തില്ല, ഭാര്യയും 2 മക്കളുമുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. 2018 ഇസ്രയേലിൻ്റെ സ്റ്റാർ സംഘടന, അതാ മൊസാദ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ ഇത് പിടിക്കരുത്. അതുകൊണ്ടാ ബെഞ്ചമിൻ അതിനെ മൊസാദും പറഞ്ഞുകൊണ്ടാണ് പിടിക്കാത്ത. 2018 ഡേവിഡ് കാമറൂൺ, അദ്ദേഹം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി, യൂറോപ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രിയുടെ രഹസ്യാന്വേഷണ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, മോഡി സാർ പിടിക്കത്തില്ല, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ, കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യാം, അലൻ ടോറി, അയാൾ മരിച്ചുപോയി. അയാൾ പറഞ്ഞതാ ഈ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ജെഫ്രി ഹിൻഡൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 2 കാര്യം പറയുമ്പോൾ നിർത്തും. ഒന്ന്, ഈ സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാൻ കാലം. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് മറ്റൊരു മുഖം നാം കാണും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്ധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. 2ാമത്തെ സംഭവം, ഈ എതിർ ക്രിസ്തുവിന് ഇൻ്റർനെറ്റിന് ഒരു ബ്ലൂ ബ്രെയിൻ കിട്ടും. അച്ചായമ്മേ, അത് കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഉറക്കത്തിൽ നിന്ന് ഉണരുവാ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് സമയത്തെ അറിയാൻ രാത്രി കഴിവാറായി, പകലടുത്തു പോയി. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ദൈവശക്തിയാണ്. ചങ്ക് തകർന്നാ പ്രസംഗിക്കുന്നത്. കർത്താവ് വരുമെന്നുള്ള സകല തെളിവുകൾ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുക, സാത്താൻ ആരാധന. 2 കാര്യം കൂടെ. നിങ്ങളുടെ സമയത്തിന് നന്ദി മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കേട്ടോ, ലെബനോൻ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ഫോടനം കേട്ടാട്ടെ. ഈ തലമുറയെ സംഭവം നടക്കാൻ പോവുക. ലെബനോനിൽ ഹിസ്ബുള്ള പേജർ ഉണ്ടാക്കാൻ പദ്ധതി ഇട്ടു, കൊടുത്തത് തൈവാന. ഇസ്രായേൽ ചോർത്തിയെടുത്തു. ഹംഗറി പോയപ്പോൾ പേജറിൻ്റെ പ്രത്യേകത, പോക്കറ്റിൽ കുത്തുന്നത് ഒരു ഡയഫ്രം, അതിനകത്ത് അതിൻ്റെ നമ്പർ, അത് കഴിഞ്ഞിട്ട് താഴെ ബാറ്ററി, മേളി മെസ്സേജ്. ഇതിൻ്റെ ബാർകോഡ് റെഡി. ഞാനിവിടെ കൊട്ടാരക്കര ഈ പേന മേടിച്ചാൽ, ഏത് കടയിൽ നിന്ന് മേടിച്ചാലും ഒരു വല്ല ബാർകോഡ്. ഇത് സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്തു. അന്ന് പേജർ ഉണ്ടാക്കിയപ്പോൾ 2 ഗ്രാം സ്ഫോടക വസ്തു അതിനകത്ത് വെച്ചു. ഇസ്രയേലിനറിയാം ഇത് പ്രയോഗിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് ഹിസ്ബുള്ള പോരാട്ടത്തിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് 3000 പേജറിലേക്ക് മെസ്സേജ്, 15 മെസ്സേജ്. ഞെക്കും തോറും ബാറ്ററി ചൂടായി. അതിൻ്റെ അർത്ഥം 200 ഓൺ ചെയ്തില്ല, 2800 പേജറായി ഇസ്രയേലിൽ പൊട്ടിത്തെറിച്ചത്. അതിൻ്റെ ബാക്കി ആ മനോജ് അബ്രഹാം എഴുതിയ ലേഖനം പെന്തിക്കോസുകാർ വായിച്ചാട്ടെ ഇന്ന് രാത്രി. അതുകൊണ്ടാണ് ഇപ്പം ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയത്തില്ലയോ, വാട്സപ്പ് ഫുള്ളാകുമ്പോൾ ഡെലീറ്റ് സം ഐറ്റംസ്, മെമ്മറി ഫുൾ. ഇന്നത്തെ റിംഗ് ടോൺ ഉണ്ട്, മേഘം പൂത്ത് തുടങ്ങിയതല്ല റിംഗ് ടോൺ. സന്തോഷമില്ലല്ലോ അമ്മ. അറിയാത്ത കോളിൽ നിന്ന് വന്നാൽ എടുക്കരുത്, അറിയാത്ത സന്ദേശം വന്നാൽ ഓപ്പൺ ചെയ്യരുത്, ഹാക്ക് ചെയ്യോ. അങ്ങനെയെങ്കിൽ പടപട മെസ്സേജ് വന്ന് 15 എണ്ണം ഹിസ്ബുള്ളക്കകത്ത് സോഫ്റ്റ്വെയർ ഇസ്രായേൽ ഹാക്ക് ചെയ്തു. ഞെക്കും തോറും ബാറ്ററി ചൂടായി. ഉച്ചയ്ക്ക് 2:30 മണിക്ക് വാക്കി ടോക്കി 2800 പേജർ, 38 പേർ മരിച്ചു. 200-ൽ പരം പേർ ഇന്നും ആശുപത്രിയിൽ പൊള്ളലേറ്റ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സ്മാർട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആപ്പോ, അത് കഴിഞ്ഞ് വിവോ, സാംസങ്, ഇതിലെ ബാറ്ററി കുഞ്ഞമാമ ചക്കച്ചോള തുറന്നു നോക്കാൻ പറ്റുമോ? ബാറ്ററി ഇതിൽ ലിഥിയത്തിൻ്റെ കൂടെ ഈ സ്ഫോടകം ഇരിക്കുന്ന സ്വോത്രം. ഇതെല്ലാം ആഗോള വ്യാപകമായി ലെബനോനിൽ പൊട്ടിയതുപോലൊരു പൊട്ടലിൻ്റെ ശബ്ദം കേൾക്കാറായി. എന്നാൽ ഇന്ന് രാത്രി കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറയണം, ആ പൊട്ടൽ ലെബനോനിൽ പൊട്ടിയതുപോലെ ഇവിടെ ഒരു പൊട്ടൽ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യാശ മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. കർത്താവുതൻ ഗംഭീരനാഥ, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കിഴക്കേ തരുവേ എല്ലാറ്റിൻ്റെയും
അവസാനം വന്നുപോയി. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പേ. വചനം ഇനി ആര് കൊല്ലും? ഇതുകൂടെ കേട്ടിട്ട് നിർത്താം. യോഹന്നാൻ 16:2 തിരുവനന്തപുരത്തെ കൊലപാതകം വായിക്കാം. യോഹന്നാൻ 16:2 വായിച്ചട്ടെ. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. എല്ലാവരും പറഞ്ഞപ്പോൾ സമാധാനം വരുന്നു. ട്രംപ് വന്നതിൻ്റെ പിറ്റേന്ന് ഹമാസ് അമേരിക്കയിൽ IS-ന്റെ സ്ഫോടനം, കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തതയാ ദൈവദാസന്മാർ. അടി ഇനിയും വരാനിരിക്കുക. ട്രംപ് വരുന്നതിന് മുമ്പ് IS പ്രശ്നം ദാ കിടക്കുന്നു. പള്ളി പ്രഷർ ശ്രീലങ്കയിൽ പൊട്ടുമോ, ഇനിയും പൊട്ടുമോ, എവിടെയൊക്കെ പൊട്ടുമെന്നറിയത്തില്ല. നാളെ ഇനി എവിടെയൊക്കെ പൊട്ടുമെന്ന് എനിക്കും അറിയത്തില്ല. സ്വോത്രം. അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. മനുഷ്യനെ കൊല്ലാൻ പിശാചിന് കഴിയത്തില്ല. അവൻ അതിന് കൊല്ലുന്നൊരു പണി വരും. നമ്പർ 1 3 തിരുവനന്തപുരം പാളയം ചർച്ച് CSI കാടൻ ജിൻസൺ രാജ അമ്മ പെങ്ങൾ ബന്ധു മോളെ 4 കഴുത്തെ കെട്ടി കയറും വെച്ചു, കഴുത്ത് മുറിച്ചു. പിറ്റേ ദിവസം പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളും മേടിച്ചുകൊണ്ട് 4 കത്തിച്ചു. ബ്രദർ സുരേഷ് ബാബു അജിത് കുമാറിൻ്റെ വീടിൻ്റെ സൈഡ് അവരുടെ വസ്തു തേക്കുപാറയ്ക്ക് അസംബ്ലി ഷോകൂടിൻ്റെ അവിടെ കൺവെൻഷൻ 13.5 ഏക്കർ വസ്തു. പാസ്റ്ററേ ഇത്രയും ധനമുള്ളവൻ. അവൻ ചിരിച്ചുകൊണ്ട് നടക്കുന്ന പൂജപ്പുര ജയിലിൽ. ചോദിച്ചാൽ പറഞ്ഞ മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. നമ്പർ 1. രണ്ടാമത്തെ കാര്യം കൂടെ കേൾക്കണം. അപ്പച്ചന്മാരും അമ്മച്ചമാരും ഉണ്ട്. തിരുവനന്തപുരം വട്ടിയൂർക്കാവുകാരി ദേവി, വട്ടിയൂർക്കാവുകാരി ആര്യ, പാമ്പാടി മീനട ഓർത്തഡോക്സ് പള്ളി പയ്യൻ്റെ പേര് നവീൻ. അവൻ ആയുർവേദ കോളേജ് പഠിക്കാൻ വന്നപ്പോൾ ദേവിയായിട്ട് കമ്പനിയായി. 2 ആയുർവേദ ഡോക്ടർമാർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം അവർ 2 പേര് സാത്താൻ ആരാധന. കൂടെ ഒരു പെങ്കൊച്ചിനെ കിട്ടി. ആ പെങ്കൊച്ച് 4-5 ലീക്കോള ചെമ്പക സ്കൂൾ അധ്യാപിക ആര്യയും ദേവി ഫ്രഞ്ചും ജർമ്മൻ. അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ പ്രിയ സ്നേഹിതൻ്റെ ഷൗറിന് കൂടിയ ദാനിയൽ കൊന്നു നിൽക്കുന്ന ജയോത്സവം. ഇപ്പോഴും ഞാൻ അവിടെ പ്രസംഗിച്ചിറങ്ങിയത്. ഇതെല്ലാം ദാനിയൽ സാറിനോട് ചോദിച്ചാൽ ഇവരെല്ലാം എത്ര കൊല്ലങ്ങളാണ് KC തോമസ് സാർ ഞങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന അറിയാം. അതിൻ്റെ തൊട്ടടുത്ത കഴിഞ്ഞ ജനുവരി അച്ചായമാരും അമ്മമാരും കേൾക്കണം. കഴിഞ്ഞ ജനുവരിയിൽ ആര്യയ്ക്ക് കല്യാണം ഉറച്ചു. മാർച്ചിൽ നിശ്ചയിച്ചു. ചിങ്ങമാസത്തിൽ കല്യാണം. 31 സ്കൂൾ അടച്ചു. നേരെ പോയി അരുണാചൽ പ്രദേശ് പെന്തിക്കോസുകാർ കേട്ടാട്ട് റൂം എടുത്തു. സാത്താൻ ഗ്രൂപ്പുമായിട്ട് ചാറ്റ് ചെയ്തു. 6 ദിവസം മെസ്സേജ്. ഇവിടെ വരിച്ചാൽ യേശു ഉയർത്തെഴുന്നേറ്റുള്ള അന്യഗ്രഹങ്ങളെ ഉയർത്തെഴുന്നേൽക്കുന്നു. സ്വോത്രം. നമ്പർ 1 കേട്ടോ, എല്ലാം കേൾക്കണം. അമ്മച്ചിമാർ കേട്ടോണം. ബാക്കിയൂടെ കേട്ടിട്ടേ ഇറങ്ങാവൂ. ഒരു ദിവസമേ ഉള്ളൂ. ആദ്യം 6-ാം ദിവസം ആര്യെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ മരുന്ന്. കാല് വരച്ച് 666 ഞെക്കി അങ്ങ് കൊന്നു. നമ്പർ 1. 2 ദിവസം കഴിഞ്ഞ് സ്വന്തം ഭാര്യ ദേവിയെ ഭർത്താവ് കൊന്നു. കാല് 666. 3-ാം ദിവസം അവനും കെട്ടി മരിക്കുന്നതിന് വിട്ട് കാലേ വരച്ച് 606. 10 ദിവസം കഴിഞ്ഞപ്പോൾ അരുണാചൽ പ്രദേശ് പോലീസിഞ്ഞ് വന്നു. കേരളത്തിനെ അറിയിച്ചു. ഇൻക്വസ്റ്റ് കേരളം തയ്യാറാക്കി. ഏഷ്യാനെറ്റ് FIR. സാത്താൻ്റെ ആരാധന ദാ കിടക്കുന്ന 666 കാല്. സ്വോത്രം. കേരളത്തിൻ്റെ പോലീസ്. ഞാൻ പോയാൽ ഷിജുപാസ്റ്ററെ കൊട്ടാരക്കരെ വിളിക്കരുത് മോനെ, ഇത് കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. കേരളത്തിൽ സാത്താൻ ആരാധന വർദ്ധിക്കുന്നു. എല്ലാവരും കണ്ടാട്ടെ. അതീവ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തലോട്ട് തിരുമല വരെ മൊബൈൽ അടിക്കണ്ട. സാത്താൻ വർഷിപ്പെന്ന് പറഞ്ഞാൽ IPCയുടെ ചർച്ചിനേക്കാളും കൂടുതൽ നിങ്ങൾ കയറുക മൊബൈലിനകത്ത്. തുടരുത് പിള്ളേർ. സ്വോത്രം. 3-ാമത്തെ കാര്യം ദാ കിടക്കുന്നു വെള്ളറട. RCയിൽ നിന്ന് വന്ന ജോസേട്ടൻ എൻ്റെ പ്രസംഗം കേൾക്കാൻ 1500 രാത്രി തിരുവനന്തപുരം പ്രസംഗിച്ചതാ. കഴിഞ്ഞ രാത്രി ഇടിഞ്ഞാറി പ്രസംഗിച്ചതാ. നാളെ രാത്രി ചെങ്കൽച്ചൂള്. 14 കൊല്ലം മുമ്പ് തിരുവനന്തപുരം ചെങ്കൽച്ചൂള്. KC തോമസ് സാറിനോട് ചോദിച്ചാൽ മതി. കുടിയന്മാരുടെ കള്ളുകുടിയന്മാരുടെ ഇടയ്ക്ക് പോയി പാട്ടും പാടി സുവിശേഷവും പറഞ്ഞ് കൃപയാൽ ഇന്ന് 1000 യേശുവിനെ ഉയർത്തുന്നു. സ്വോത്രം. പടം അയച്ചു തരാം. അതിനാ ശശി തരൂർ എനിക്ക് അവാർഡ് തന്ന ചെങ്കൽച്ചൂളക്കകത്ത് പോയി ഇത്രയും പേരോട് സുവിശേഷം പറഞ്ഞു. സ്വോത്രം. പേരൂർക്കട വെച്ച് കൊലപാളിതോടെ ഒറ്റ ചോദ്യം ചെയ്ത് എൻ്റെ അപ്പൻ ആര് കിട്ടും? അവൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് മക്കളും ആര് കാണും? ഓരോ ബൈബിൾ കൊടുത്ത് പാസ്റ്ററെ. സ്വോത്രം. ഇന്ന് അതിനകത്ത് ലങ്ക കുമാറും പേട്ട ഫെലിക്സും മൊട്ടമൂട് ബൈജുവും എല്ലാം. ആ കാലത്ത് ആ പാവപ്പെട്ട കൊലയാളികളോട് കട്ടൻ ചായ കുടിച്ചവനാണ് ഞാൻ. നാളെ രാത്രി അവർ അവസാനം കൺവെൻഷനാണ് ചെങ്കൽച്ചൂള്. ചോദിച്ചാൽ മതി. സ്വോത്രം. ഇന്ന് വചനം കേട്ടാട്ട് നല്ല ക്ലിയറായിട്ട് പറഞ്ഞുതരാം. എന്താ വെള്ളറടയിൽ ജോസേട്ടൻ അവർ 2 പേരും JS പെന്തക്കോസ് ദൈവസഭ. ഈ ചാനലല്ല, 5 മരംകാല യഹോവ രക്ഷയുടെ പെന്തക്കോസ് ദൈവസഭയിൽ അപ്പനും അമ്മയും പൊക്കോണ്ടിരുന്നത്. നല്ല മനുഷ്യൻ. ഇപ്പം ചർച്ചിന് 50 ചാക്ക് സിമെൻറ്റ് വാർപ്പിനെടുത്തു കൊടുത്തതാണ്. നല്ല ബിസിനസ്സുകാർ. മോനെ എവിടെ ചൈനയെ വിട്ടതാ. ആ ചൈനയെ വിട്ടവൻ എന്തോ ഇതെന്നറിയാവോ? അവിടെ സാത്താനെ ആരാധിച്ചു. അവർ പുറത്താക്കി. ഇവിടെ വന്നു. ഒരു മുറി അടച്ചു. കമ്പ്യൂട്ടർ 3 മൊബൈൽ. എന്നിട്ട് പറഞ്ഞ് ഫിലിം പഠിക്കാൻ പോകുന്നു. ഫിലിം അല്ല, കൊച്ചി അവൻ സാത്താനെ ആരാധിക്കാനാണ് പോയത്. സ്വോത്രം. ആദ്യം എല്ലാവരും വിചാരിച്ച് അവൻ കൊന്നതാണ്. കേരള പോലീസ് വന്നിട്ട് കമ്പ്യൂട്ടർ എടുത്തപ്പോഴാണ് 1 ബ്ലാക്ക് മാജിക്ക്, 2 ഓപ്പൺ സാത്താൻ ഗ്രൂപ്പിൻ്റെ ആരാധനക്കാരൻ. സ്വോത്രം. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? ഒരപ്പനെ കൊന്നിട്ട് മകൻ കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമോ തോമസ് കുട്ടി സാറ്?
ആര് കൊന്നാലും സ്ഥലം വിടും. വെള്ളറുടെ SHO നേരിട്ട് എനിക്ക് പരിചയമുള്ളത്. ആ ജോസേട്ടനെ 28 കുത്താ കുത്തിയത്. സ്വോത്രം. വീഡിയോ വേണേ പാസ് കഴിച്ചു തരാം. പോലീസുകാർ എനിക്ക് ഇട്ട് തന്നു, കഴുത്ത് വറുത്തു. അതുകൊണ്ട് അമ്മാമ്മ പറഞ്ഞ് കിട്ടിയിരുന്ന എന്നെയും കൊന്നേനെന്ന്. സ്വോത്രം. വായിച്ചില്ലായിരുന്നോ? സ്വോത്രം. ക്ലിയർ ആയില്ലേ അമ്മാമ്മ? സ്വോത്രം. ആ ചെറുപ്പക്കാരൻ പ്രജിൻ അവിടെ ചെന്നിട്ട് ഈ MBBS പഠിക്കാൻ പോയി. അവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞതാ, ഞാൻ എൻ്റെ അപ്പനെ കൊന്ന് അറസ്റ്റ് ചെയ്ത് എനിക്ക് പ്രതിഫലമുണ്ടെന്ന്. സ്വോത്രം. ഇതാ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. രാത്രി ഞാൻ പ്രസംഗം അവസാനിക്കുക. ഇവിടെ എന്നൊപ്പം വിദ്യാഭ്യാസമുള്ള പലരും എൻ്റെ സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഡിപ്പോസിറ്റ് കുറച്ച് പണവും ധനവും അല്ല, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എഴുന്നേക്കട്ടെ. നിങ്ങൾ ഏത് സഭയാകട്ടെ, ഓർത്തഡോക്സ് ആകട്ടെ, CSI ആകട്ടെ, മർത്തോമ ആകട്ടെ, പെന്തക്കോസ് ആകട്ടെ, നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ ഞായറാഴ്ച ആരാധനയിൽ 5 മിനിറ്റ് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പെന്തിക്കോസുകാർ ഒന്നുകൂടെ പറയാം, പല ട്രാപ്പും പെന്തക്കോസ് പിള്ളേരയിൽ കൊണ്ട് ഞാൻ പുറത്തു വിടുന്നില്ല, ഞാൻ പറയുന്നില്ല, കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കിഴക്കേത്തരനോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം. കരമുയർത്തുന്നവർക്കായി ആത്മാവിൽ അന്യഭാഷയിൽ അഭിഷേകത്തിൽ ആരാധിക്കുന്ന ഒരുവനെ തകർക്കാൻ പറ്റത്തില്ല. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. നിർത്തുന്നു. അടുത്ത വാക്ക്. അതുകൊണ്ട് യേശു പറഞ്ഞു, യോഹന്നാൻ 9:4 പാട്ടെടുത്ത മോനെ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. കര ഉയരുന്നില്ലല്ലോ. അത് കേട്ടോ, 2025 ഫെബ്രുവരിയാണ്. ഞങ്ങൾ സ്റ്റേജിൽ കടന്ന് തുള്ളുന്ന പോലെ തുള്ളണ്ട. മാമേ, പഠിക്കുന്ന മോനെ, അച്ചായ, ഈ വർഷം ഒരു തീരുമാനമെട്. ഞാൻ ഒരു വ്യക്തിയോടെങ്കിലും എൻ്റെ യേശുവിനെ പറ്റി പറയും. കാലം തീരാറായി. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുവിൻ. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. അതാ യേശു പറഞ്ഞ വെള്ളറയുടെ കാര്യം, ഇന്നത്തെ തിരുവനന്തപുരത്തെ കാര്യം. ഇനിയും വരും പത്രത്തിൽ വാർത്ത. വായിച്ചാട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കര ഉയരുന്നില്ലല്ലോ അമ്മാമേ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എൻ്റെ കാന്തൻ വരാറായി. 1-ാം ലോകമഹായുദ്ധം വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2-ാം ലോകമഹായുദ്ധം, യുണൈറ്റഡ് നേഷൻസ്. എന്നാൽ 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഒരുവൻ വരുന്നു, എതിർ ക്രിസ്തു. എന്നാൽ ഇന്ന് കൊട്ടാരക്കരയിൽ ദൈവമക്കൾ പറയണം, അവൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവമുണ്ട്. വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ട്. വലതുകരം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ കിഴക്കേത്തരവ് മക്കള്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങൾ അവനെ ചൊല്ലി വിലപിക്കും. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കാൻ യേശു വരാറായി. നിർത്താം. സെൻട്രലും പറഞ്ഞെന്ന് തോന്നുന്നു. ഒന്നുകൂടെ അങ്ങ് പറയുക. നമ്മൾ മറക്കുന്നവരാണല്ലോ. സ്വോത്രം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. പഴയ നിയമം ഒരു പൈതൽ പാപം ചെയ്താൽ, മോൻ പാട്ടെടുത്താട്ട്, പഴയ നിയമം ഒരു പൈതൽ പാപം ചെയ്താൽ അവനെ എന്ത് ചെയ്യണം? പാളയത്തിനകത്ത് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം. പെൺകുട്ടി പാപം ചെയ്താൽ അവളെ എന്ത് ചെയ്യണം? മനസ്സിലാകുന്നവർക്കായി അവളെ പാളയത്തിൽ കൊണ്ടുവന്ന് തീ അടിച്ചു കൊല്ലണം. ന്യായപ്രമാണം. എന്നാൽ കൃപയുടെ പ്രമാണവുമായി ഒരുവൻ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉയരത്തിൽ നിന്ന് ഇറങ്ങി അപ്പച്ചാമ്മച്ചി പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല രക്ഷകനെ ഇന്ന് രാത്രി ഓൺലൈൻ നാട്ടുകാർ പലരും വീട്ടുമുറ്റത്തിരിക്കും. ഇതൊരു മലപ്രസംഗമല്ല, ഇത് നിന്നെ നിത്യതയിലെത്തിക്കുന്ന ജീവൻ്റെ വചനമായി ഇവിടെ വിതറുന്നത്. ദാണ്ടേ കിഴക്കേ തെരുവിൽ ഒരു അച്ചായൻ, ശമൂലച്ചായനും മത്സ്യമാമയും, 2 കുഞ്ഞുങ്ങൾ. മൂത്തവൻ്റെ പേര് ബെന്നിക്കുട്ടൻ, കേട്ടവർക്ക് ഒന്നുകൂടെ കേൾക്കാം. ഇളവൻ്റെ പേര് കൊച്ചുമോൻ. അവനിവിടെ ആൾക്കാരോട്ട് വലിയ കമ്പനിയിലായിരുന്നു. അവൻ ആര്യങ്കാവിലുള്ള ഒരുപാട്ടായിരുന്നു വല്ല കമ്പനി. ആര്യങ്കാവിലുള്ള ചെറുപ്പക്കാർ പറഞ്ഞു, വീടും വസ്തുവെല്ലാം നീ വിറ്റിഞ്ഞ് പോരാ. വത്സമാമി ശമൂലച്ചാനും പറഞ്ഞാടാ നീ പെരുവഴിയായിപ്പോ. എനിക്ക് ആര്യങ്കാവിൽ പോകണം, എൻ്റെ കൂട്ടുകാരുണ്ട്. എല്ലാം കൂടെ വിറ്റ് പറക്കി നേരെ ആര്യങ്കാവിൽ പോയി. അവിടെ ചെന്ന് നല്ല കള്ളുകൂടിയായി, പിന്നെ വട്ടിപ്പലിശയായി, പിന്നെ അവിടെ നല്ല ബാറും ഉണ്ടായിരുന്നു, സിയോൻ ബാറ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പെന്തിക്കോസുകാരുടെ കള്ളുകടയുടെ പേര് സിയോൻ ബാറ്.
ഹൈന്ദവരെത്ര നല്ലവരാച്ചാ സ്വോത്രം. മുസ്ലിങ്ങൾ പോലും ഇടത്തില്ല. പണ്ട് നമ്മൾ പാടിയത് സിയോനിലേക്ക് പെരുവഴി, ഇന്ന് ക്രിസ്ത്യാനിയുടെ ബാർ സിയോൻ ബാർ. അവനെ എല്ലാം കർത്താവ് അടിക്കും. സ്വോത്രം തീർക്കാൻ പോവുക. സ്വോത്രം പച്ച മലയാളം പറയുക കേട്ടോ. അവന് ഒരു 8 മാസമായി അവൻ്റെ പൈസയെല്ലാം പോയി. കോവിഡും വന്നു. നാട്ടിലോട്ട് വരാൻ പൈസയില്ല. കൂട്ടുകാർ പറഞ്ഞ് രക്ഷയില്ല. തെന്മലയിൽ നല്ലൊരു തമിഴൻ വന്നിട്ടുണ്ട്. പന്നിക്കൂട്ടങ്ങളെ വളർത്തുന്നത്. ചെറുപ്പക്കാരനെ വേണം, അരുമയാനൊരു വാലിബനെ വേണം, പന്നിയെ മേയ്ക്കരുത്. അപ്പം അവനോട് പറഞ്ഞ് വീട്ടിൽ പോയി അപ്പൻ്റെ വടക്കേക്കുന്നതിൽ നല്ലത് പന്നിക്കൂട്ടത്തിൻ്റെ കൂടെ നെല്ല്, പരിപ്പ് വട, ചായ, പൊങ്കൽ, സബ്ജി, ആര്യാഭവനിലെ മസാല ദോശ. സന്തോഷമില്ലല്ലോ. അവൻ എല്ലാവരും കൂടെ അവിടെ കൊണ്ട് ചെന്ന്. അവൻ നല്ല ചെറുപ്പക്കാരനായിരുന്നു. ഇച്ചിരി ബിയർ അടിച്ചുകൊണ്ട് കിഴക്കേത്തൊരു ഭാഷ ഇച്ചിരി വെളുപ്പും ഉണ്ടായിരുന്നു. പന്നിക്കും ഇഷ്ടപ്പെട്ടു, ഉടമയ്ക്കും ഇഷ്ടപ്പെട്ടു. അരുമയാന വാലിബൻ. സ്വോത്രം. അവൻ എന്ത് ചെയ്ത് പന്നിയെ കൂട്ടത്തിൽ കിടന്നു. ആദ്യം 2 മാസം നല്ല ചാപ്പാട് പൊങ്കൽ. 2 മാസം കഴിഞ്ഞപ്പോൾ ഓണർക്ക് പിടികിട്ടി. അവനെങ്ങും മതിൽ ചാടത്തില്ല. നല്ല താബൂക്കും കെട്ടി കയറ്റും മാറ്റി. 15 ദിവസം ഒരിക്കൽ പന്നിയെ പിടിക്കാൻ വരും. അവൻ ഓണറോട് തേക്കുക, അയ്യാ പശുക്കരുത്. തമിഴ് ഭാഷ. അയ്യാ പറയും മിണ്ടക്കൂടാതെ ഇങ്ക പുളിയരി വാളവിര ഓക്കെ കാലിത്തീറ്റ കരമുയർത്തുന്നവർക്കായി. അപ്പൻ്റെ വീട് വിട്ടു വന്ന കിഴക്കേ തെരുവിലെ സകല കൊച്ചുവന്മാർ തിന്നാൻ പോകുന്ന ഇതാ സ്വോത്രം. ഓക്കെയും വാളവിരയും കാലിത്തീറ്റയും മനസ്സിലാക്കുന്നവർക്കായി. അങ്ങനെ ഇരുന്ന് 8 മാസമായി. ഒരു ഉടുപ്പ്, ഒരു മുണ്ട്, അതിനുശേഷം മൂത്രകം ചാണകം. ഇതിനകത്ത് ഒരു അനൗൺസ്മെൻറ്റ് തെന്മലെ കൂടെ இந்த நாட்களில் உலகத்தின் முடிவும் கடைசிக்கால செய்திகள். இந்த பெந்தக்கோஸ் കൺവെൻഷൻ അരുമയാന പോൾ പ്രാസംഗികർ പുനലൂരിൽ ക്ലാസ് എടുക്കുന്നു. അവൻ നമ്മുടെ നമ്മുടെ കൊട്ടാരക്കരയും വന്ന് ഇടയ്ക്കൊന്ന് തല കാണിച്ചതാ സ്വോത്രം. ചെറുവക്കലും വന്നൊന്ന് തല കാണിച്ചതാ സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് കുമ്പനാട് കൺവെൻഷൻ വണ്ടി കിളിയായിട്ടും പോയതാ സ്വോത്രം. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. ഇതെല്ലാം കേട്ടതാ. അവന് പിടികിട്ടി ലോകം തീരാറായി. അവിടെ ആരും ചെന്നില്ല. ഇതാ സുവിശേഷ പ്രസംഗം. അകത്താ ശബ്ദം ഇറങ്ങിയപ്പം അവൻ തന്നെ എഴുന്നേറ്റു. അതിൻ്റെ പേരാ സുബോധം. കരമുയർത്തുന്നവർക്കായി 3 ദിവസമായി ഇവിടെ ജീവൻ്റെ വചനം മുഴങ്ങിയിട്ട് ഇന്ന് രാത്രി സുബോധത്തോടെ നീ എഴുന്നേൽക്കുമെങ്കിൽ അപ്പൻ്റെ വീടിൻ്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നു തരും. ഇതൊരു മതപ്രസംഗമല്ല. അവൻ എന്താ ചെയ്തത്? മോനെ പാട്ടെടുത്തു, സമയം വൈകിയെങ്കിൽ കേൾക്കാം. എന്താ അവൻ ചെയ്തത്? ഇന്നത്തെ ഞങ്ങൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവൻ പന്നിയോട് പറഞ്ഞ്, ഗായ്സ് ഐ ആം ഗോയിങ്. ഒറ്റ ചാട്ടം സ്വോത്രം. 1-ാം ദിവസം തെന്മലയിൽ നിന്ന് നേരെ വന്ന് ഇടമൺ, 2-ാം ദിവസം പുനലൂർ വരെ എത്തി, 3-ാം ദിവസം കുന്നിക്കോട് കടന്ന് രാവിലെ നമ്മുടെ കിഴക്കേ തെരുവിൽ നിന്ന് ആരാണ്ട് കുന്നിക്കോട് വഴി പുനലൂർ പോയി. ആ വളവിൽ ആയുർവേദത്തിൻ്റെ തട്ടുകടയിൽ നോക്കിയപ്പം ദാ കിടക്കും നമ്മുടെ കൊച്ചു അവിടെ കിടക്കുന്നു. സന്തോഷമില്ലല്ലോ. അയ്യോ നീ ശമുവേലച്ചാൻ്റെ അപ്പം കൊച്ചുവനല്ലേ ഈ ഗതി വന്നല്ലോ. അച്ചായ 2 നാൾക്കളായി ചീയ കുടിച്ചത് സ്വോത്രം. 2 ചായ പരിപ്പ് വട. കേട്ടോ, കൊച്ചുമൻ ചാർജായി. ഒറ്റ വരക്കം കുന്നിക്കോടുന്ന്. എവിടത്തേക്ക്? കിഴക്കേ തെരുവിന്ന് സിഗ്നലിട്ട് വടകോട് റൂട്ടിലാ ശമുവേലച്ചാൻ്റെ വത്സമ്മാമ്മയുടെയും വീട്. അച്ചായ മരണ വാർത്ത, സിറ്റ് ഔട്ട്, ചാരുകസേർ, അമ്മാമ്മ ബ്രൂ കോഫി, അകത്ത് 46 ഇഞ്ച് ടെലിവിഷൻ. ഇപ്പം നമ്മുടെ വചനമൊന്നുമല്ലല്ലോ, 2 ക്യാമറയാണല്ലോ, ലെഫ്റ്റും റൈറ്റും. സ്വോത്രം. CC ക്യാമറ പവറിഷൻ കണ്ടപ്പോൾ കണ്ടു. ദാ വരുന്നത് നമ്മുടെ മുടിയൻ കൊച്ചുമോ. മനസ്സിലാകുന്നവർക്കായി. ഇന്നത്തെ വടകോട്ട ശമുവേലച്ചാനും വത്സമ്മാമയാന്നേ പറയും. അച്ചായ നമ്മുടെ കൊട്ടിയത്ത് ദാ ലൂലു വന്നിട്ടുണ്ട്, വണ്ടി എടുത്ത് പർച്ചേസ് ചെയ്യാം. മനസ്സിലാകുന്നവർക്കായി. ഗേറ്റ് പൂട്ടി സ്ഥലം വിടും. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ കണ്ട് ഗേറ്റ് പൂട്ടി സ്ഥലം വിടുന്ന ഒരപ്പനെ അല്ല 2025 സുവിശേഷ കൺവെൻഷൻ ഞങ്ങൾ ഉയർത്തുന്നത്. മടങ്ങി വരുന്നവന് വേണ്ടി വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരപ്പച്ചനെ ഇന്ന് രാത്രി ഞങ്ങൾ കിഴക്കേ തെരുവിൽ ഉയർത്തുന്നു. അവൻ്റെ പേരത്ര ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, ദരിദ്രനാകട്ടെ, ധനവാനാകട്ടെ, ഇന്ന് രാത്രി കുര്യാന മുകളെ നിറം നോക്കാതെ, മണം നോക്കാതെ, കീശയിലെ കാശ് നോക്കാതെ, നിന്റെ ഉടുപ്പ് നോക്കാതെ, പന്നിയുടെ ഗന്ധത്തെ നോക്കാതെ മടങ്ങി വരുന്നവന് മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പച്ചന് 2025 കൺവെൻഷൻ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്ര നസ്രേനായ യേശു ക്രിസ്തു. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി അവനെ മണിയറയിൽ കൊണ്ടുപോയില്ല. മാനസാന്തരം. അവൻ പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. ആ ഒട്ടുപാല് കിടക്കുന്ന പെരേ കിടക്കാന്ന്. അപ്പം പറഞ്ഞു, മോനെ നീ കിടക്കണ്ട, നീ പോയ ദിവസം മുതൽ ഞാൻ കരയുകയായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ ഷർട്ട് ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട്, ചെരുപ്പ് വെച്ചിട്ടുണ്ട്. മടങ്ങി വരുന്നവൻ നിറം നോക്കാതെ, ഗുണം നോക്കാതെ ഇന്ന് രാത്രി മാറോട് ചേർക്കുന്ന ഒരപ്പച്ചൻ. പക്ഷെ അവനെ മണിയറയിൽ കൊണ്ടുപോയില്ല. എന്താ ചെയ്തത്? അവനൊരു രക്ഷയുടെ വസ്ത്രം കൊടുത്തു. ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. 1-ാമത്തെ യാദം ഏദനിനകത്ത് തൻ്റെ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പോഴത്തെ ഒടുക്കലത്തെ യാദം കാൽവറിയുടെ കുളക്കളത്തിൽ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തി അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകലിൽ വീണ്ടെടുത്തെങ്കിൽ ആ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ മണിയറയിൽ കൊണ്ടുപോകാൻ
എൻ്റെ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി അപ്രത്യാശയുടെ പൊന്മുഖത്ത് യാത്ര ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഗുരു അതപ്പോൾ സംഭവിക്കുക. നിന്റെ വരവും ലോകത്തിൻ്റെ അവസാനം. നിയമത്തെ കഠിനമാക്ക്. ഇന്നത്തെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇത് ദുഷ്കാലം. അമേരിക്കയിൽ ചുഴലിക്കാറ്റ്, കൂടത്തീയും. അതുപോലെ ഇവിടെ ഒരു തീക്കാറ്റ് വെളിപ്പെടുന്നതിന് മുമ്പ് ലോത്തിനെ പിടിച്ചുയർത്തിയ കരം തൻ്റെ മക്കളെ ചേർക്കുവാൻ വരും. സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും. അതിനു മുമ്പ് നാഥൻ്റെ മുഖം, അതിനൊരു ബ്ലൂ ബ്രെയിൻ കിട്ടും. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവർ. ആഗോള വ്യാപകമായ ഒരു പൊട്ടിത്തെറി ഇവിടെ നടക്കും. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും. ആ പൊട്ടിത്തെറി ഇവിടെ നടക്കുന്നതിന് മുമ്പ് കാന്തൻ്റെ ഗംഭീരനാഥം, മനുഷ്യനെ കഴുത്തറക്കുന്ന കാലം ഇവിടെ വരാറായി. അപ്പനെയും അമ്മയും വരെ കൊല്ലുന്ന തലമുറകൾ. ആ രക്തം താഴെ വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എൻ്റെ കാന്തൻ വരാറായി. എല്ലാവരും എഴുന്നേറ്റാട്ടെ, കരമടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. ആയിരങ്ങൾ വിടുവിക്കപ്പെടട്ടെ. നല്ല രാത്രി, ഇവിടെ നല്ല ഫാൻ, നല്ല ഗ്രൗണ്ട് എല്ലാം. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. എവരി ക്യാൻസേഴ്സ്, എവരി ട്യൂമേഴ്സ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് യെസ് വീശുക. ഈ തോട്ടത്തിനുള്ളിൽ കിഴക്കേത്തരം കുരിയാനൻ മുകൾ ഒരു അന്ത്യകാലത്തിൻ്റെ ഉണർവ് വ്യാപരിക്കട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ആരും മതിൽ ചാടരുത്. നമ്മുടെ കർത്താവ് വരാറായി. പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ചാട്ടെ. ദൈവസഭ ഉണരട്ടെ. യെസ്, വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതറിയിപ്പാൻ, സഭയുണരുവാൻ. രാജൻ വരുമൊരു കൊടികൾ ദേശമേ മുഴങ്ങിടുന്നു. നമ്മുടെ ശാലൻ രാജൻ വരുമൊരു കൊടികൾ ദേശമേ മുഴങ്ങിടുന്നു. ക്രിസ്തുവീരനുണർന്നു സ്തുതിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തുവീരനുണർന്നു സ്തുതിപ്പാൻ, ശക്തിയായൊരു വേല ചെയ്യുവാൻ. കാക്ഷിത്വം ഇടിച്ചു കളകാം, സ്നേഹത്താൽ ഒന്നിക്കാം. വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ.